I have some technical issue. Okay, this is a big stress for me. Still, myself, Dr. Shagina, working as a consultant in psychiatry at District Hospital, Todupuzha. So you can see, in addition to my name, something like a phrase called Hakuna Matata. Our main theme of this class is Hakuna Matata. Hakuna Matata എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എല്ലാം ചെറുപ്പത്തില് 1994 ഒരു ഡിസ്നി ക്ലബിന്റെ ഒരു ആനിമേഷൻ മൂവി ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ദൂരദർശൻ സമയത്ത് ആ 4 മണിയുടെ സിനിമയ്ക്ക് മുമ്പ് വരണ ഒരു ഇതായിരുന്നു. അതിലെ കഥാപാത്രങ്ങൾ തമ്മിൽ പറയുന്ന അല്ലെങ്കിൽ അതിലൊരു പാട്ടുണ്ട് ഹക്കുന മട്ടാട്ട എന്ന് പറഞ്ഞത്. ഹക്കുന മട്ടാട്ട ഇസ് ആക്ച്വലി a phrase in a Swahili language. The language is spoken in various part of Africa, ഉഗാണ്ട, കെനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ സ്വാഹിലി. സ്വാഹിലിയില് ഈ ഹക്കുന മട്ടാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കുന മീൻസ് നോ, മട്ടാട്ട മീൻസ് വറി. നോ വറീസ്, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആണ് ഈ ഹക്കുന മട്ടാട്ട. അത് വൈഡ്ലി ഈ ഒരു ഫിലിം 1994 വന്നതിന് ശേഷമാണ് ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഹക്കുന മട്ടാട്ട. Our main topic of today's topic is stress management. Outline of presentation. First, we will discuss about this definitions of stressor, and after that, we move on to what are the stress management techniques. And later, we conclude the topic with how can you move or how can you have a stress-free life. Okay. So, first part of our session is certain definition. What is a stressor? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ്, അല്ലെ? സ്ട്രെസ്സർ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണ് സ്ട്രെസ്. എന്താണ് ആക്ച്വലി സ്ട്രെസ്? അല്ലെങ്കിൽ സ്ട്രെസ് എപ്പോഴും അപകടകരമായിട്ടുള്ള ഒന്നാണോ? ഒരിക്കലും അല്ല. സ്ട്രെസ് ഇസ് ആക്ച്വലി റെസ്പോൺസ് ഓഫ് അവർ മൈൻഡ് ആൻഡ് ബോഡി ടു എ റിയൽ ഓർ ഇമാജിൻഡ് ത്രെറ്റ്. അതായത് ഒരു ത്രെട്ടോ ഒരു ഡിമാൻഡോ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ റെസ്പോൺസിനെയാണ്, ശരീരവും മാനസികവുമായിട്ടുള്ള റിയാക്ഷൻ, അതാണ് സ്ട്രെസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സ്ട്രെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അവർ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ റിയാക്ഷൻ ടു എനി പെർസീവ്ഡ് ഡിമാൻഡ് ഓർ ത്രെറ്റ്. സോ വാട്ട് ഈസ് എ സ്ട്രെസ്? സ്ട്രെസ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ബോഡിയുടെ മാനസികവും ശാരീരികവും സ്വഭാവപരമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. സോ വാട്ട് ഈസ് എ സ്ട്രെസ്? എനിത്തിങ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് സ്ട്രെസ് ഇസ് ദ സ്ട്രെസ്. ഓക്കെ. സോ നമ്മൾക്ക് അറിയാലോ ഈ സ്ട്രെസ്സർ എപ്പോഴും ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബാഡ്. നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് സ്ട്രെസ് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് മീൻ ടു എലിമിനേറ്റ് ദ സ്ട്രെസ് എന്നുള്ളതല്ല. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രെസ്സിനെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റണം. അതായത് സ്ട്രെസ് ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ മാനസികമായിട്ടുള്ള അവസ്ഥയെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യരുത്. അത് മാത്രമാണ് ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ സ്ട്രെസ്സർ നമ്മൾ പറഞ്ഞു എനി ഇവന്റ് ഓർ സ്റ്റിമുലസ് ദാറ്റ് കോസസ് സ്ട്രെസ് ഇസ് ദ സ്ട്രെസ്സർ. ഈ സ്ട്രെസ്സിനെ തന്നെ യു കെൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 2 types, യു സ്ട്രെസ് ഓർ ഡിസ്ട്രെസ്. യു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സ്ട്രെസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും ആൻഡ് അതർവൈസ് ഇറ്റ് ഫോക്കസസ് എനർജി. അതിനെയാണ് നമ്മൾ യു സ്ട്രെസ് എന്ന് പറയാം. യു സ്ട്രെസ് ഓൾവേസ് നമുക്ക് എങ്ങനെയായിരിക്കും? എക്സൈറ്റിംഗ് ആയിരിക്കും. അപ്പം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് യു സ്ട്രെസ്? ലൈക്ക് നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി, ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ, അതൊരു സ്ട്രെസ് ആണെങ്കിലും അതൊരു യു സ്ട്രെസ് ആണ്. അല്ലെങ്കിൽ യു ആർ ഗെറ്റിംഗ് മാരീഡ്, യു ആർ റിസീവിങ് എ പ്രൊമോഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടി, ഇതൊക്കെ യു സ്ട്രെസ് ആണ്. അല്ലെങ്കിൽ വീട് പണിത് വീട്ടിലേക്ക് നമ്മൾ മാറി, ഇതൊക്കെ ഒരു യു സ്ട്രെസ് ആണ്. ഇതൊക്കെ സ്ട്രെസ് ആണെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമുക്ക് എക്സൈറ്റിംഗ് ആയി തോന്നും, അതുപോലെ തന്നെ നമ്മളുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ യു സ്ട്രെസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഡിസ്ട്രെസ്? ഡിസ്ട്രെസ് മീൻസ് എനിത്തിങ് that causes distress in you, anything that causes anxiety, concern. Okay.
ഈ ഡിസ്ട്രസ് എപ്പോഴും നമ്മൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഡിസ്ട്രസ് എപ്പോഴും നമ്മൾക്കൊരു ആങ്സൈറ്റി പ്രൊഡ്യൂസിങ് ആയിരിക്കും. അതെപ്പോഴും ഒരു അൺപ്ലസന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. എപ്പോഴും ഡിസ്ട്രസ് നമ്മളുടെ പെർഫോമൻസിനെ കുറയ്ക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിസ്ട്രസ്? ഡിസ്ട്രസിന്റെ പ്രധാന കോസസ് ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, നമ്മളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉണ്ടാകുന്ന ഇഞ്ചുറി, ആക്സിഡന്റ്, ഇല്ലസ്, അബ്യൂസ്, നെഗ്ലക്ട്, ഇതൊക്കെ തന്നെ ഡിസ്ട്രസ് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. വേറൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെസ് ആണ് ഇന്റേണൽ സ്ട്രെസ് ഓർ എക്സ്റ്റേണൽ സ്ട്രെസ്. ഇന്റേണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്റേണൽ അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി സ്പെക്ട്രത്തിലുള്ള നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ആങ്സൈറ്റി നമുക്ക് സ്ട്രെസർ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഫോബിയ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജീവിയോടൊക്കെ ഉള്ള നമ്മളുടെ പേടി, പാമ്പിനെ, പാറ്റയെ, പല്ലിയെ, അങ്ങനത്തെ ജീവികളെ പേടി വരുമ്പോൾ ഈ ജീവികളെ കാണുന്നത് തന്നെ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കും. ഓക്കെ, ആ സ്ട്രെസ് എക്സ്റ്റേണൽ ആയിട്ടുള്ളതല്ല. സാധാരണ നമുക്കറിയാലോ പാറ്റ ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്, നമ്മളെ ആക്രമിക്കൊന്നുമില്ല. പക്ഷെ അത് തന്നെ നമ്മൾക്കൊരു വലിയൊരു ത്രെറ്റ് ആയിട്ട് തോന്നുക. കാരണം അവിടെ സ്ട്രെസ്സിന്റെ കോസ് എന്താണ്? ഇന്റേണൽ ആണ്. ഓക്കെ, അതർവൈസ് ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഈസ് ഹാവിങ് അക്രോഫോബിയ, പക്ഷെ ആ ആള് വർക്ക് ചെയ്യുന്ന സ്ഥലം 5th ഫ്ലോറിലാണ്. അപ്പൊ എല്ലാ ദിവസവും പുള്ളിക്ക് ലിഫ്റ്റിൽ കയറേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ ഫിയർ ഓഫ് ഹൈറ്റ് ഉണ്ട് താൻ. അപ്പൊ അതൊരു ബിഗ് സ്ട്രെസർ ആയിട്ട് മാറും. അതല്ലെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ ഫോബിയ ഉള്ള ഒരാൾക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷനിലോ അല്ലെങ്കിൽ കൂടുതൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ഫോബിയ അല്ലെങ്കിൽ ആ സോഷ്യൽ ഫോബിയ ഉള്ള ആൾക്ക് അത് തന്നെ ഒരു സ്ട്രെസറായി മാറുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ ഇന്റേണൽ സ്ട്രെസ് എന്ന് പറയും. സോ വാട്ട് ഡു മീൻ ബൈ എക്സ്റ്റേണൽ സ്ട്രെസ്? എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു ഇഞ്ചുറി, ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ ഏജൻസ് ആണ്. ഇതുമൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കൊരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്ട്രെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വരുന്ന സ്ട്രെസ്സുകളിൽ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ബാലൻസ്. അതായത് നമുക്കറിയാലോ വർക്ക് ലൈഫ് ബാലൻസ് ഇസ് നീഡഡ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. ഇത് സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിന് കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ വരുന്നു. അത് പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ACTH പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ഓൺ ദ അഡ്രിനൽസ്, എന്നിട്ട് കോർട്ടിസോൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ കോർട്ടിസോളിന്റെ പരിപാടി എന്താണ്? അതുപോലെ തന്നെ സിമ്പത്തറ്റിക് സിസ്റ്റം ഓവർ ആക്ടിവേറ്റഡ് ആയിട്ട് സ്ട്രെസ് റിലീസിങ് ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതൽ റിലീസ്ഡ് ആകുമ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പയർഡ് ആവുന്നു. നമ്മൾക്ക് ഡയബറ്റിസ് ഗ്ലൂക്കോനിയോജെനിസിസ് കൂടുന്നു, ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. അങ്ങനെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെ ഓൺഗോയിങ് സ്ട്രെസ് വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി വാട്ട് ആർ ദ ഫിസിക്കൽ സൈൻസ് ഓഫ് സ്ട്രെസ്? സ്ട്രെസ് ആക്ച്വലി എല്ലാ ഹെഡ് ടു ഫുട്ട് എല്ലാ ഭാഗത്തെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? നമ്മൾ ഹെഡ് ടു ഫുട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്ട്രെസ് നമുക്ക് ഉണ്ടാക്കുക? ഒന്നാമത്തത് ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകളിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാക്കാം. ചില വ്യക്തികളിൽ ആങ്കർ, അതായത് ഇറിറ്റബിലിറ്റി ഓർ ആങ്കർ. ചില ആളുകളിൽ എപ്പതി എന്ന് പറഞ്ഞാൽ ഒരു നിർവികാരത, ഒരു ഫ്രീസ് ചെയ്യണ ഒരു അവസ്ഥയിലേക്ക് പോവുക. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഗ്യാസ്ട്രിക് അപ്സെറ്റ്, അല്ലെങ്കിൽ ഡ്രൈനെസ് ഓഫ് മൗത്ത്, പാൽപിറ്റേഷൻ, സ്റ്റൊമക് പ്രോബ്ലം, ടയേർഡ്നെസ്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ സ്ട്രെസ് സ്കിൻ ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും വരിക, ഡെർമറ്റൈറ്റിസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലൂറൈറ്റിക് സെൻസേഷൻ ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ മസിൽ ടെൻഷൻ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചില വ്യക്തികളുടെ ടീത്ത് റെഡി, പല്ലിങ്ങനെ മുറുക്കി ഇതാക്കാനുള്ള ഒരു ടെൻഡൻസി, ഡിക്രീസ്ഡ് സെക്ഷൽ ഡ്രൈവ്. ഇതൊക്കെ തന്നെ എന്താണ്? ഫിസിക്കൽ സൈൻസ് ഓഫ് സ്ട്രെസ് ആണ്. ചില ആളുകളിൽ ചേഞ്ചിങ് പെയിൻ, ബാക്ക് ഏക്ക് ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ, ഇതൊക്കെ തന്നെ ഫിസിക്കൽ സൈൻ, അതായത് നമ്മളുടെ സ്ട്രെസ് ഫിസിക്കലി ബാധിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇനി കമ്മിങ് ടു ആർ സിനാരിയോ, നമ്മൾ
പലവരും പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. CHC ഉണ്ടാവും, PHCയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരു ഹോസ്പിറ്റൽ, അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, GH, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ പലരും. ഓക്കെ, അപ്പൊ നമ്മളുടെ വർക്ക് പ്ലേസിലെ സ്ട്രെസ് എന്തൊക്കെയാണ്? നമുക്ക് പലർക്കും കോമൺ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളുടെ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക? ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്. ദാറ്റ് ഈസ് നമുക്ക് നമ്മളുടെ കൂടെയുള്ള കൊളീഗ്സ് ആയിട്ടും സീനിയേഴ്സ് ആയിട്ടും സുപ്പീരിയേഴ്സ് ആയിട്ടും സബോർഡിനേറ്റ് ആയിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് സ്ട്രെസ് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പം അതാണ് ഫസ്റ്റ് റീസൺ. അതായത് നമ്മളുടെ വർക്ക് പ്ലേസിന്റെ സ്ട്രെസ്സിന്റെ ഒരു കാരണം ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. രണ്ടാമത്തത് നമ്മൾക്കറിയാം ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. അതായത് പലതും കുത്തഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ ഒരു PHCയുടെ ചാർജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പഴയത് കുറെ ഫണ്ടുകള്, കുറെ റെക്കോർഡ്സ് ഇല്ല, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പേപ്പേഴ്സ് ഇല്ല. അങ്ങനെ വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. തേർഡ് എന്താ, നമ്മൾക്ക് തന്നെയുള്ള ഫിസിക്കൽ ഡിസ്കംഫർട്ട്. നമ്മൾക്കുള്ള മുട്ടുവേദന, നമുക്ക് കൂടുതൽ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ പല ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ തന്നെ നമ്മൾക്ക് അവിടെ സ്ട്രെസ് ആവും. നമ്മൾക്ക് അവിടെ നമ്മളെ ഫുൾ ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പിന്നെ അടുത്തത് എന്താണ്? മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളാണ് ഉണ്ടാവുക, പല ഡ്യൂട്ടികൾ നമുക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരേ സമയത്ത് യു ഹാവ് ടു ഡു മെനി മൾട്ടിപ്പിൾ വർക്ക്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലെല്ലാം തന്നെ നമ്മൾക്ക് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള സ്ട്രെസ്സിന്റെ കാരണം. പിന്നെ നമ്മൾ അറിയാലോ നമ്മുടെ HR കുറവാണ്, അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഓവർവർക്ക്ഡ് ആണ്. അതൊക്കെ തന്നെ കോമൺ വർക്ക് പ്ലേസ് സ്ട്രെസ്സറാണ്. ഓക്കെ, ഇനി നമ്മൾ ചിലപ്പോൾ തോന്നാറില്ല എന്തുകൊണ്ട് നമ്മൾ മാത്രം സ്ട്രെസ്ഡ് ഔട്ട് ആണ്. കുറെ പേരുണ്ട്, അതിൽ ചിലവരൊക്കെ നല്ല കൂളായിട്ട് നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കൊക്കെ കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾക്ക് മാത്രം എന്താണ് ചെറിയൊരു വിഷമം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രെസ് വരുമ്പോൾ തന്നെ നമ്മൾ ഫിസിക്കൽ സിംറ്റത്തിലേക്ക് പോകും. അപ്പോ അതിനെ ആശ്രയിച്ചിരിക്കുന്ന അതിന് പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഡേഞ്ചറസ് ആയിട്ടും ഡിഫിക്കൽട്ടായിട്ടും, കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടും പേടിയോടെ നമ്മളുടെ ഒരു ഇവന്റ് അല്ലെങ്കിൽ സ്റ്റിമുലസ്, നമ്മൾ പറയുന്ന സ്ട്രെസ്സറിനെ കണക്കാക്കുന്നു. രണ്ടാമത്തത്, വി ഡോണ്ട് ഹാവ് കോൺഫിഡൻസ് ഇൻ ആർ റിസോഴ്സ്. നമ്മളുടെ റിസോഴ്സ് സിസ്റ്റത്തിനെ നമ്മൾക്ക് അതിലൊരു വലിയ വിശ്വാസമില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര റിസോഴ്സ് ഉണ്ട് എന്നുള്ള അറിവ് നമുക്ക് ഇല്ലാതിരിക്കുക. നമ്മൾ ഈ പെർസീവ്ഡ് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് കണക്കാക്കുക. ഇത് രണ്ടുമാണ് സ്ട്രെസ്ഡ് ഔട്ട് ആകാൻ ചില വ്യക്തികളിൽ കൂടുതൽ പ്രോണായിട്ട് കാണുന്നത്. അപ്പോ എന്തൊക്കെയാണ് റിസോഴ്സ്? സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള എന്തൊക്കെ റിസോഴ്സ് ആണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ബയോളജിക്കൽ ഉണ്ട്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആണ്. അത് മെയിൽ ടു ഫീമെയിൽ തന്നെ വ്യത്യാസം പറയുന്നുണ്ട്. ഫീമെയിലിന്റെ വോളിയം കുറച്ച് കൂടുതലാണ്, അവർക്ക് കുറച്ചും കൂടി സ്ട്രെസ് കോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ഒക്കെ പറ്റും എന്നൊക്കെയുള്ള ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ IQ ലെവൽ കൂടുതലാണ്, നമ്മൾ കുറച്ച് റിസീലിയൻ ക്വാളിറ്റി നമുക്കുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബയോളജിക്കലി തന്നെ നമുക്ക് സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യാനുള്ള ഒരു ശക്തി കൂടുതലാണ്. സെക്കൻഡ് തിങ് സൈക്കോളജിക്കൽ തിങ്. സൈക്കോളജിക്കൽ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെ. നമ്മൾക്കറിയാലോ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, അവർക്കൊക്കെ കൂടുതൽ സ്ട്രെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് അവർ ഭയങ്കര അംബീഷ്യസ്, ഭയങ്കര ഇറിറ്റബിൾ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ചിലതരം പേഴ്സണാലിറ്റി ഉണ്ട്, എന്താ പറയാ, ക്ലസ്റ്റർ സിയിലൊക്കെ പെടുത്തണം നമ്മൾ പേഴ്സണാലിറ്റി. പൊതുവേ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു അവോയ്ഡൻസ് ബിഹേവിയർ ഉള്ള ആളുകളിൽ സ്ട്രെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട്, നമുക്ക് നല്ല കൊളീഗ്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തിനെക്കാട്ടിലും സ്ട്രെസ് കുറയാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. ഡെഫിനിഷൻസ് കഴിഞ്ഞു. ഡെഫിനിഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്? സ്ട്രെസ് എന്താന്ന് പറഞ്ഞു, സ്ട്രെസ്സർ എന്താന്ന് പറഞ്ഞു, ദർ ഈസ് സംതിങ് കോൾഡ് യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്, ഇന്റേണൽ സ്ട്രെസ് ആൻഡ് എക്സ്റ്റേണൽ സ്ട്രെസ്,
എന്തൊക്കെയാണ് റിസോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഏരിയയിലുള്ള കോമൺ വർക്ക് പ്ലേസ് സ്ട്രെസർ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പറിലേക്ക് കിടക്കുകയാണ്. ഇതില് ABC സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ABC സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? എ മീൻസ് അവയർനെസ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് കോസസ് യു സ്ട്രെസ്, ഹൗ ഡു യു റിയാക്ട് ടു ദാറ്റ് സ്ട്രെസ്. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് വരുമ്പോഴുള്ള നമ്മളുടെ റിയാക്ഷൻ, അതും നമ്മൾക്കുള്ള ഒരു അവയർനെസ് ആണ്. നമ്മൾ അത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ നമുക്കറിയാം ചില ആളുകള് വളരെ കൂളായിട്ട് ചില സിറ്റുവേഷൻ, അതായത് ഡിഫറെന്റ് പീപ്പിൾ റിയാക്ട് ടു ദ സെയിം സ്ട്രെസ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പം ഒരേ കാര്യത്തിൽ തന്നെ പല ആളുകളിൽ പല രീതിയിലായിരിക്കും സ്ട്രെസ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ്, എല്ലാവരും യുണീക്കാണ്, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു സ്ട്രെസ് സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാന്നുള്ളതാണ് എനിക്കുള്ള ഒരു അറിവുണ്ടാവണം. നെക്സ്റ്റ് ഇസ് ദ ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മച്ച് യു ക്യാൻ കോപ്പ് ബിഫോർ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ് നമ്മളുടെ നെഗറ്റീവ് എഫക്ട്, അതായത് നമ്മളുടെ ഫിസിക്കൽ മെന്റൽ ബാലൻസിനെ തകരാറിലാക്കുന്ന ഏത് ലെവലിലാണ് ഇതാക്കുക, അതുവരെ എനിക്ക് എത്ര അളവിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബാലൻസ് എന്നുള്ള ബി കൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് ഇസ് ദ കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ സിംറ്റംസും മെന്റൽ സിംറ്റംസ് ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ എങ്ങനെ നേരിടും, അതിനെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ മൂന്ന് അവയർനെസ്സിനെയാണ് നമ്മൾ ABC സ്ട്രാറ്റജി എന്ന് പറയാം. ഓക്കെ, അപ്പോ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാല് നമ്മൾക്കറിയാം, നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ യൂഷ്വൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാണ്. ഒന്ന് നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന തോട്ട്സ്. ആ തോട്ട് പിന്നെ അത് ബിഹേവിയർ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇമോഷൻസ്, അതായത് ചിലപ്പോൾ ആദ്യം ഇമോഷൻ ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. അതായത് നമ്മളെ നമ്മൾക്ക് ഒരു സാഡ്നെസ് ഉണ്ടായി എന്ന് വിചാരിക്കാം, നമുക്കൊരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും ഇമോഷൻ തോന്നുക? നമുക്കൊരു സാഡ്നെസ് തോന്നും. അപ്പൊ നമ്മളുടെ തോട്ട്സ് എന്തായിരിക്കും തോന്നുക? ഞാൻ ഗുഡ് ഫോർ നത്തിങ് ആണ്, അതുകൊണ്ടാണ് എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ചിന്ത വന്നു. അപ്പൊ ഒരു ഇമോഷനിൽ നമുക്കൊരു തോട്ട് വന്നതിന് ശേഷം എന്റെ ബിഹേവിയർ എന്തായിരിക്കും? ഞാൻ കൂടുതൽ കരയും, ആ വ്യക്തിയോട് ദേഷ്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ബിഹേവിയർ ഞാൻ ചെയ്യുമ്പോൾ വീണ്ടും എന്റെ ഇമോഷൻ സാഡ്നെസ്സും ഇറിറ്റബിലിറ്റിയും കൂടും, പിന്നെയും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പൊ ഈ മൂന്ന് സൈക്കിൾ, ഇതൊരു വിഷ്വൽ സൈക്കിളാണ്. ഈ സൈക്കിളിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോ എപ്പോഴും മൂന്ന് ലെവലിലാണ് കാര്യങ്ങൾ നടക്കുക. സ്ട്രെസ് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനം നമ്മുടെ തിങ്കിങ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യണം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്യാൻ പോണത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്ട്രെസ് മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം നമുക്ക് എപ്പോഴും ഒരു സെൽഫ് എസ്റ്റീം കൂടുതൽ ഉണ്ടാവണം. നമുക്ക് നമ്മളുടെ പേടികളെ നമ്മൾ ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പരാജയങ്ങൾ നമ്മൾ മറക്കുക. എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്, എങ്ങനെയാണ് അസേർട്ട് എനർജി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ തോട്ട്സ്. എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ സിനാരിയോയില് നമ്മളൊരു വർക്ക് ചെയ്യാണ്, PSCയിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുക. അതായത് നമ്മളുടെ ഒരു ഇറിലവന്റ് ആയിട്ടുള്ള ചില ചിന്താരീതികൾ, അതിനെയാണ്, അതായത് ഒരു നോർമൽ തോട്ട് പ്രോസസ് അല്ല, അതിനെയാണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അടുത്തൊരു പേഷ്യന്റ് വന്നു, നമ്മള് OPയിൽ ഇരിക്കുകയാണ്. അപ്പൊ പേഷ്യന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പേഷ്യന്റ് ചിലപ്പോൾ ഇംപ്രൂവ് ആകുന്നുണ്ട്, പിന്നെയും ഇംപ്രൂവ് ആകാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ പറയാണ്, ഒരു സെക്കൻഡ് ഒപ്പീനിയന് ഞങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ കൂടി പോയിക്കോട്ടെ ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ്.
ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്നത് താലൂക്കിലാണ്, താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ തോട്ട് പ്രോസസ്സ് നമുക്ക് വരാം, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ യൂഷ്വലി നമുക്ക് ഓക്കെ അതാണ് നല്ലത് എന്നുള്ള ഒരു സിനാരിയോയിൽ നമ്മളെ പേഷ്യന്റിനെ വിടും. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോയില് നമുക്ക് തോന്നുകയാണ് ഒരു ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. അതായത് പേഷ്യന്റ് സെക്കൻഡ് ഒപ്പീനിയൻ പറയാൻ കാര്യം ഞാനൊരു ഗുഡ് ഡോക്ടർ അല്ല, ഞാനൊരു പൊട്ട ഡോക്ടർ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അവരപ്പൊ എന്നെ ഒരു മോശം ഡോക്ടറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അത് അവര് തന്നെ വേറെ പലരോടും ഡിസ്കസ് ചെയ്ത് മൗത്ത് പബ്ലിസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്നുള്ള ഒരു അവരെന്നെ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കുന്നത്. അതായത് ഞാൻ അതാണ്. അപ്പൊ അതില് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് പേഷ്യന്റ് സിക്ക് ആയതുകൊണ്ടാണ് ബൈസ്റ്റാൻഡർ അങ്ങനെ പറഞ്ഞത്. അതല്ലാണ്ട് ബൈസ്റ്റാൻഡർ ഇത്രയും നാള് നമ്മളെ തന്നെയാണ്, നമ്മളോട് വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പെരുമാറിയത്. നമ്മളെ വലിയ ബഹുമാനമാണ്, നമ്മൾ നല്ല ഡോക്ടർ ആണെന്ന് അവർക്കറിയാം. ഓക്കെ, നമ്മളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നില്ല. നമ്മൾ ഫിൽറ്റർ ചെയ്യണ എന്താണ്, അവര് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചു, ദാറ്റ് മീൻസ് ഞാൻ ഒരു മോശം ഡോക്ടർ ആയതുകൊണ്ടാണ് എന്നുള്ളത്. അതിനാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാ കാര്യത്തിനും എക്സസീവ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുക. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യമാണ്. കാരണം ഒരു എന്താ പറയാ, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം തൊടുപുഴ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇരിക്കണം ഞാൻ, ഒരു വയലന്റ് പേഷ്യന്റ് വന്നു. അപ്പൊ ഈ വയലന്റ് പേഷ്യന്റ് ഞാൻ മെന്റൽ ഹെൽത്ത് സെന്റർ തൃശ്ശൂരേക്ക് റെഫർ ചെയ്യും. അപ്പോ ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗുഡ് ഡോക്ടർ അല്ല, അതുകൊണ്ടാണ് എനിക്ക് ഒരു ടെർഷ്യറി സെന്ററിലേക്ക് അയക്കേണ്ടി വന്നത് എന്നുള്ള ഒരു ചിന്ത ഫിൽറ്ററിംഗിൽ വന്നു. ഇപ്പൊ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ മിസ് ചെയ്തുകൊണ്ടാണ് അവര് റെഫറൻസ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. അത് റെഫറൻസ് അല്ല ചോദിച്ചത്, സെക്കൻഡ് ഒപ്പീനിയൻ ആണ് ചോദിച്ചത്. അത് എന്റെ എന്തോ കുഴപ്പം അവിടെ ഉണ്ട്. അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറയാണ്, ഞാൻ വീണ്ടും സ്ട്രെസ്ഡ് ഔട്ട് ആണ്. അതിനെയാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയാം. കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു, അതായത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. ബാക്കി കുറെ പോസിബിലിറ്റീസ് ഉണ്ട്, അതൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ എന്താ വിചാരിക്കുക, ഈ പേഷ്യന്റ് സെക്കൻഡ് ഒപ്പീനിയൻ പോയി അവരെന്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ആവും, ഞാൻ മെഡിക്കൽ നെഗ്ലജൻസ് എനിക്ക് സംഭവിക്കും, ഞാൻ പിന്നെ കോർട്ടിന്റെ പ്രൊസീഡിങ്ങിലൊക്കെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ വളരെ ഭീകരമായിട്ട് ചിന്തിക്കുക. ഓക്കെ, പോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്റെ ജോലി ഡോക്ടർ എന്നുള്ളതായിരുന്നു, ഒരു മെഡിക്കൽ ഓഫീസർ ആണ്, അതിൽ ഞാൻ ബിഗ് പരാജയമാണ് അല്ലെ. അതുകൊണ്ടാണല്ലോ എന്നെ കാണാൻ വന്ന പേഷ്യന്റ് റെഫറൻസിന് വേണ്ടി അല്ല സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തൊരു ബുക്ക് ഫോർ നത്തിങ് ആണ്, ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഫെയിൽഡ് ആണ്. ഇതാണ് പോളറൈസേഷൻ. സോ ഇത്രയും ഇതുപോലെയുള്ള ഒരുപാട് കോഗ്നിറ്റീവ് എറേഴ്സ് ഉണ്ടാവും, പക്ഷെ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു സിനാരിയോയില് സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ഒരു ഇവന്റിനെ. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളിലും കൊടുക്കുകയാണ്. തേർഡ്, കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വേഴ്സ്റ്റ് നെഗറ്റീവ് ഔട്ട്കം മാത്രം നമ്മൾ ചിന്തിക്കുന്നു. പോളറൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം പോളറൈസ് ചെയ്യാണ് എനിക്ക്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ റീഫ്രെയിം ചേഞ്ച് ചെയ്യണം, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് ഓടി വന്നു, സൈക്കാട്രി ഒ പി ആണെന്ന് വിചാരിക്കുക, ഓടി വന്നിട്ട് ബഹളാക്കിയിട്ട് പോയി എന്ന് പറഞ്ഞാല്, നിങ്ങള് കുറെ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നു, ഇതുവരെ എത്ര നേരമായി ഞാൻ ക്യൂ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് ഷൗട്ട് ചെയ്തിട്ട് പോകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക? ഹലോ മാഡം, ചോദിക്കാം. പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയാം. ഇങ്ങനെയുള്ള ഒരു സിനാരിയോയില് ഒരു പേഷ്യന്റ് വന്നിട്ട് ഷൗട്ട് ചെയ്തിട്ട് പോയി, പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ വരാവുന്ന ചിന്തകൾ? എന്റേതല്ലാത്ത കാരണത്താൽ എന്നെ വെറുതെ വഴക്കുറങ്ങി പോയി. എന്റേതല്ലാത്ത കാരണത്താൽ
എക്സാക്ട്ലി എന്റേതല്ലാത്ത കാരണത്താൽ ആ വ്യക്തി വഴക്ക് പറഞ്ഞു പോയി. ഓക്കെ സർ. പിന്നെ എന്തൊക്കെ ഓപ്ഷൻസ് വരാം? എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക? സാറ് പറഞ്ഞ മാതിരി എന്റേതല്ലാത്ത കാരണം അത് ഇറ്റ്സ് ഹിസ് പ്രോബ്ലം നോട്ട് മൈൻ, അങ്ങനത്തെ ഒരു ചിന്തയിൽ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് എങ്ങനെ ചിന്തിക്കാം? രണ്ടാമത് എന്തൊക്കെ കാരണം കൊണ്ട് ഷൗട്ട് ചെയ്ത് പോയി? അതായത് കുറെ നേരം ക്യൂ നിന്നു, ഔട്ട്സൈഡ് കയറിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ ബഹളം വെച്ചിട്ട് പോയത്. ഔട്ട്സൈഡ് അല്ല, ഒപിക്ക് കയറിയതിന് ശേഷം. പിന്നെ എന്തൊക്കെ ഓപ്ഷൻസ് വരാം? കുറെ ആൾക്കാരുടെ ഇടയില് നമ്മളെ നാണം കെടുത്തി എന്നൊരു ഫീലിംഗ് വരാം. അതെ അതെ, മാഡം പറഞ്ഞ മാതിരി തന്നെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇൻസൾട്ടഡ് ആയി, അതായത് എന്നെ നാണം കെടുത്തിയിട്ടാണ് ആള് പോയത്. രണ്ടാമത്തെ ഒരു തോട്ട് വരാം. പിന്നെ എന്ത് ചിന്തിക്കാം? സ്റ്റാഫ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അവർക്ക് കെയർ കൊടുക്കേണ്ടത് ഉള്ള ആളാണെങ്കിൽ. അതായത് ഞാൻ ഡോക്ടർ എന്നെ ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ? സാർ അതല്ലേ ഉദ്ദേശിച്ചത്? ഡോക്ടറും നഴ്സിംഗ് സ്റ്റാഫ് അവരെല്ലാം. അതെ. ഓക്കെ, അതല്ലേ നമ്മളല്ല, ആ വരുന്ന സ്റ്റാഫ് മര്യാദക്ക് ശ്രദ്ധിക്കണമായിരുന്നു അവരെ കടത്തി വിടുമ്പോ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാരണമാവാം? ഇനി ആരെങ്കിലും ഇവര് പോയിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് വരും. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവം ആകെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? അതെ അതെ, ഇതാകാം. പിന്നെ ഞാനൊരു വേസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്താണെന്ന് നമുക്ക് തോന്നൂലേ? എല്ലാ ദിവസവും ഇങ്ങനെ വഴക്ക് കേൾക്കുന്നത് ഞാനൊരു ഒട്ടും ശരിയല്ല, അങ്ങനെ തോന്നുന്നു ആർക്കെങ്കിലും? ഗവൺമെന്റ് സർവീസിൽ അങ്ങനെ തോന്നൂല മാഡം. ഓക്കെ, വെരി. സാറ് പറഞ്ഞ പോലെ ഇത്രയും തോട്ട്സ് നമുക്ക് വരാം. ഇതിൽ ഏത് തോട്ട് ആലോചിച്ചാലാണ് നമുക്ക് സമാധാനം വരിക? മാഡം കൂടുതൽ സമയത്ത് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റൂലല്ലോ, നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ വെച്ച്. അതെ, പക്ഷെ അത് തിരിച്ചു പറയാത്തതിന്റെ നല്ല ഉള്ളില് നല്ല കലിപ്പുണ്ടാവുമല്ലോ. ഉള്ളിൽ നമുക്ക് സ്ട്രെസ് കൂടും, നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അതെ. ആൾക്കാരൊക്കെ അപ്പൊ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ മാക്സിമം സ്ട്രെസ് അപ്പൊ തന്നെ അങ്ങ് പോകും. പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാക്കി വരുന്ന പേഷ്യന്റിന്റെ അടുത്തുകൂടി ആ ഒരു മൈൻഡിൽ ഇരിക്കേണ്ടി വരും. അതാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി സാറ് പറഞ്ഞ മാതിരി നമ്മളുടേതല്ലാത്ത കാരണത്തിലാണ് അങ്ങേര് ഷൗട്ട് ചെയ്ത് പോയത്. പക്ഷെ ഇതിന്റെ സ്ട്രെസ് അനുഭവിക്കണ ആരാണ്? നമ്മൾ തന്നെയാണ്. കാരണം ഇവര് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുമോ എന്നുള്ള പേടി, എല്ലാവരുടെയും മുന്നിൽ അവരെ നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള ഒരു ഇത്. മൂന്നാമത്തത്, ഇവരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ വേറെ പേഷ്യൻസിനോട് ആക്കും. അപ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഇന്റേണലി എപ്പോഴും ഈ വഴക്ക്, എനിക്ക് മടുത്തു ജോലി എന്നുള്ള ഒരു സ്ട്രെസ്സിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മൾ റീഫ്രെയിം ചെയ്യുക എങ്ങനെയാ? നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചാലാണ് നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുക? ഇവന്റ് അവിടെ നിന്ന് മാറുന്നില്ല, അങ്ങേര് വന്ന് ഷൗട്ട് ചെയ്തിട്ട് പോയി. പക്ഷേ നമ്മളുടെ ചിന്ത, നോർമലി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതില് നമ്മൾ ഒന്ന് ടേൺ ചെയ്യുക, ആ പേഷ്യന്റ് സൈക്കാട്രി ഒപ്പിയിലാണല്ലോ ബഹളം വെച്ചത്, ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വല്ല മൂഡ് ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടാകാം. അത് അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്തിട്ട് പോയി എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? പറ്റുമോ? ഹലോ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റണം. അപ്പോഴാണ് നമ്മളുടെ സ്ട്രെസ് നമുക്ക് ഇതാകുക. കാരണം കുറെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. കാരണം ആ പേഷ്യന്റിന്റെ കുഴപ്പമാണ് അത് നമ്മളുടെ കുഴപ്പമല്ല, നമ്മളുടേതല്ലാത്ത കാരണത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ മൈൻഡ് ചെയ്യണ്ട. ഇനി കംപ്ലൈന്റ് ചെയ്താൽ തന്നെ നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അപ്പോ പല കാരണങ്ങളും നമുക്കൊരു ആന്റിസിപ്പേറ്ററി ഫിയർ കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഒന്ന് റീഫ്രെയിം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ റീഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഒരു എങ്ങനെ കാര്യങ്ങൾ കാണുന്നു, അതായത് ടെക്നിക് ടു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ്, അത്രേ അവിടെ സംഭവിക്കുള്ളൂ. അല്ലാണ്ട് ഇവന്റ് മാറുന്നില്ല, സംഭവങ്ങൾ നടക്കില്ല. വഴക്ക് പറയുന്ന ആള് വഴക്ക് പറഞ്ഞിട്ട് തന്നെ പോയിട്ടുണ്ട്, നമ്മളും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയിൽ മാത്രം സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് ദ പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ എപ്പോഴും പറയില്ലേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. പക്ഷെ നമുക്കൊന്നും പറ്റാറില്ല. കാരണം പോസിറ്റീവ് തിങ്കിങ്ങിൽ എന്താണ് ചെയ്യുക? നമ്മളെ എല്ലാ നെഗറ്റീവും നമ്മളങ്ങ് മറക്കും. അതായത് നമ്മളുടെ ഫെയിലേഴ്സ്, നമ്മളുടെ റിജക്ഷൻ, നമ്മൾക്ക് കിട്ടണ വഴക്ക്, നമ്മളോട് ദേഷ്യപ്പെടുന്നത്, അതൊക്കെ നമ്മളങ്ങ് മറക്കും.
പകരം നമ്മളെപ്പോഴും നമ്മളുടെ സ്ട്രെങ്ത്, ഓക്കെ എനിക്ക് നല്ല റെസീലിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും കുടുങ്ങില്ല, എനിക്ക് നല്ല എന്താ പറയാ വേറെ കുറെ എന്തൊക്കെയാണോ നമുക്കുള്ള പോസിറ്റീവ്, നമ്മൾ പലപ്പോഴും നമ്മുടെ പോസിറ്റീവിനെ തിരിഞ്ഞു നോക്കില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ നെഗറ്റീവ്സ്, ഇപ്പൊ നമ്മളെ പറ്റി നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ നെഗറ്റീവ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളിൽ കടന്നിട്ടില്ല, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഒരിക്കൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിന്ന് ലേൺ ചെയ്യാം. അതായത് അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് അവിടെ ആ സ്ട്രെസ് വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നുള്ളത് ചിന്തിച്ച് ഇതാക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സീക്ക് ഔട്ട് ഹെൽപ്പ്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, അല്ലെങ്കിൽ വേറെ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ആവാം. പക്ഷെ എപ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയർ ആകാം, എപ്പോഴും നമ്മൾ അത്യാവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗം തന്നെയാണ്. നെക്സ്റ്റ്, എപ്പോഴും നമ്മൾ ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഒരു ഷോർട്ട് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ എനിക്ക് ഒരുപാട് പേരെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റി, അല്ലെ? ഇപ്പൊ ഈ സൂമില് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അല്ലെ? ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, അത് നമ്മളുടെ ഏരിയയിലുള്ള, അതായത് എന്താ പറയാ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ, ഈ ലോകം നന്നാവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഐ ഹെൽപ്പ് സോ മെനി പേഷ്യൻസ്, അല്ലെ? നമ്മള് പേഷ്യൻസിന് മാത്രമല്ല, പ്രിവെന്റീവ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ഒരുപാട്, നമ്മൾക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്, നമ്മൾക്കും ഇന്ന് ഒരുപാട് പേരുടെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയ സമയത്ത് വേറൊരു ഓപ്പോസിറ്റ് വന്ന് കാർ അവിടെ നിന്ന് തന്നിട്ട് നമ്മൾക്ക് പോകാൻ സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ, കുഞ്ഞു കുഞ്ഞു സ്ഥലത്തൊക്കെ നമുക്ക് കുറെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഇങ്ങനെ ഒരു രാത്രി കിടക്കുമ്പോൾ നമ്മള് ഇന്ന് ഭയങ്കര ഒരു മോശം ദിവസമാണെങ്കിൽ പോലും അതിലും കുറെ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളുടെ കൂടെ കൊളീഗ്സിനോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ടാവും, തമാശ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അത് ആലോചിക്കുക. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും യു ആർ എ ഡോക്ടർ, അല്ലെ? അപ്പോ അത് വെച്ചാൽ നമ്മളെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മളൊരു ക്രൂഷ്യൽ റോളാണ് ചെയ്യുന്നത്. ഏത് സ്പെഷ്യാലിറ്റി ആയാലും, PHCയിലായാലും, ഏതിലായാലും, അല്ലെ? ബിക്കോസ് യു ആർ ഡോക്ടർ. അപ്പം അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കും കൂടി പറയാണ്, സമയം അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾക്കറിയാം ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കോപ്പ് ചെയ്യണ എങ്ങനെയാണ്? 3 തരത്തിലാണ് കോപ്പ് ചെയ്യുക. ഒന്നാമത്തത് അവോയ്ഡന്റ് കോപ്പിംഗ്, അതൊരു നെഗറ്റീവ് കോപ്പിംഗ് ആണ്, അത് ആരും ശ്രദ്ധിക്കേണ്ട. സെക്കൻഡ് തിങ് ഇസ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് ആൻഡ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ്. ഓക്കെ, അതില് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിങ്ങിന് മുമ്പ് അവോയ്ഡന്റ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മളെ ഹോസ്പിറ്റലില് ഇപ്പോ തൃശ്ശൂർ, എന്റെ പേഴ്സണൽ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നു 10 വർഷം. അപ്പം പെട്ടെന്ന് തൊടുപുഴയ്ക്ക് മാറി. അപ്പൊ എനിക്ക് പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവോയ്ഡന്റ് ബിഹേവിയർ കാണിക്കുന്നു. എന്താണ് അവോയ്ഡന്റ് ബിഹേവിയർ? ഞാൻ ലീവ് എഴുതി കൊടുക്കുന്നു. എന്ത് ലീവ്? ആദ്യം ലീവ് എടുക്കുന്നു, ലീവ് വിത്തൗട്ട് അലവൻസിലേക്ക് പോകുന്നു. ഇത് ഈ ഒരു കാരണമാണ്, അതായത് പോയി വരാനുള്ള ബുദ്ധിമുട്ട്, അതാണ് എന്റെ പ്രശ്നം. ഇതിനെന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇതൊരു നല്ല കോപ്പിംഗ് സ്കില്ലാണോ? പറയാമോ? മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത്. അല്ല അല്ലേ? കാരണം നമ്മൾ അറിയാം, ഗവൺമെന്റ് സർവീസിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ ട്രാൻസ്ഫറിന് സബ്ജക്റ്റഡ് ആണ്, നമ്മൾ അത് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു കോപ്പിംഗ് അല്ല. പിന്നെ ഞാൻ അവിടെ വരുന്നു, ടൈം കൃത്യ ടൈം, അതായത് 8 മണിക്ക് തന്നെ എത്തുന്നു. അപ്പൊ എനിക്ക് 8 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് അവിടേക്ക് എത്താൻ വളരെ സാധ്യത കുറവ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഞാൻ ലീവ് എഴുതി കൊടുത്തു. എന്താണ് അഭിപ്രായം? അതൊരു അവോയ്ഡന്റ് ബിഹേവിയർ തന്നെയാണ്. എനിക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങോട്ടേക്ക് മാറാം, ഹോസ്റ്റലിൽ നിൽക്കാം,
അങ്ങനത്തെ പല പല ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അവോയ്ഡിങ് ബിഹേവിയർ എന്ന് പറയുക. അതൊരിക്കലും അത് നെഗറ്റീവ് വേ ടു മാനേജ് സ്ട്രെസ് ആണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്തൊക്കെ നമ്മൾ ഡെയിലി പോയി വരുന്നു, അതിൽ കുറെ ആനന്ദം കണ്ടെത്തുന്നു, നമ്മള് ഫ്രണ്ട്സിന്റെ ഒപ്പം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പോകുന്നു, അങ്ങനെ എന്തൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷം ഈ ദൂരം കൂടണ കൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ട് നമ്മൾ എംപ്രൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് വേസ് ടു മാനേജ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യുക. അതായത് ഞാൻ ലീവ് എടുത്ത് പോകുന്നു. രണ്ടാമത്തെ എന്താണ്? ഹോപ്പ്ലെസ് ആകുക. ദൈവമേ, ഇനി എനിക്ക് തൃശ്ശൂർക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഇനി ആകെ ഇവിടെ തന്നെ 3 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കേണ്ടി വരും. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്താണ് അഗ്രസീവ് ആവുന്നു. എന്റെ വീട്ടിൽ അഗ്രസീവ് ആവുന്നു, തൊടുപുഴയിലെ പേഷ്യൻസിനെ നോക്കുമ്പോൾ അഗ്രസീവ് ആവുന്നു. പിന്നെ എപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്ക്. 10 കൊല്ലം MHC നിന്നുണ്ട്, അതൊന്നും എനിക്കപ്പോ തോന്നില്ല. പകരം എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ട്രാൻസ്ഫർ ആവേണ്ടവളല്ല ഞാൻ, അതും വേറൊരു ജില്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത, മീൻസ് ഇതുവരെ ഇടുക്കിയിലേക്ക് വരേണ്ടി വന്നിട്ടില്ല, മലബാർ അങ്ങോട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തുന്നു. പിന്നെന്താണ്? റെസിസ്റ്റൻസ്. അവിടെ ചെയ്യുന്ന, അതായത് തൊടുപുഴയിൽ ചെയ്യേണ്ട വർക്കുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താ? എനിക്ക് ഇപ്പോഴും MHCയിലേക്ക് തന്നെ ചാടാനുള്ള ശ്രമം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അഡിക്ഷനിലേക്ക് പോവാം. നമ്മൾ സ്ട്രെസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ, വേറെ അഡിക്ഷൻ, പിന്നെ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പിലേക്ക് പോവാം. അതും ഒരു സ്ട്രെസ്സിനൊരു കാരണമാണ്. ഓക്കെ. ഇതൊക്കെയാണ് നെഗറ്റീവ് വേസ് ടു മാനേജ് സ്ട്രെസ്. ദെൻ കമ്മിങ് ടു ദ പോസിറ്റീവ് വേസ് ഓഫ് മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്. അത് 2 തരത്തിലാണുള്ളത്: പ്രോബ്ലം ഫോക്കസ്ഡ് മാനേജ്മെന്റ് ആൻഡ് ഇമോഷൻ ഫോക്കസ്ഡ് മാനേജ്മെന്റ്. പ്രോബ്ലം ഫോക്കസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളേ ഉള്ളൂ. പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. ക്യാൻ യു ചേഞ്ച് ഇറ്റ്? ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴുള്ള പ്രോബ്ലം? യെസ്. അപ്പോ അതിന് ഗുഡ് ടൈം എടുക്കുക. അപ്പൊ എന്താണ്? എനിക്കിപ്പോ പ്രോബ്ലം ഉണ്ട്, കാരണം തൊടുപുഴയ്ക്ക് മാറി, എനിക്ക് പ്രോബ്ലം ഉണ്ട്, എനിക്കതൊരു സ്ട്രെസ് ആണ്, ദൂരം കൂടുതലാണ് ഇപ്പൊ എന്റെ പ്രധാന സ്ട്രെസ്. ഞാൻ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം? എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? ക്യാൻ ഐ ചേഞ്ച് ഇറ്റ്? ആ ഒരു സ്ട്രെസ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ദൂരം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും അതിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? Can you unmute that then? ആരെങ്കിലും? കേക്കുണ്ടോ? ഹോസ്റ്റലിൽ നിൽക്കുക. എക്സാക്ട്ലി. ഹോസ്റ്റലിൽ നിൽക്കുക. അല്ലെങ്കിലോ വീട് വാടകയ്ക്ക് എടുക്കാൻ. വീട് വാടകയ്ക്ക് എടുക്കുക. എക്സാക്ട്ലി. ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ ലീവ് എഴുതി കൊടുക്കുകയാണോ വേണ്ടത്? അല്ല. അപ്പൊ ഇതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുക. അപ്പൊ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഈ ദൂരം എങ്ങനെയെങ്കിലും സമയത്ത് 8 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അപ്പൊ ഞാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആലോചിച്ചു? ഞാൻ വീട് വാടകയ്ക്ക് എടുക്കുക, ഹോസ്റ്റലിൽ നിൽക്കുക, ഡ്രൈവ് ചെയ്യുക. ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് നല്ലതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ ആലോചിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ പ്രോസും കോൺസ് ഒക്കെ ആലോചിച്ചു. ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നിൽക്കില്ല, കുട്ടികൾ നോക്കേണ്ട കാര്യം നിൽക്കില്ല, അപ്പൊ ഞാൻ അതങ്ങ് മാറ്റി. പിന്നെ വീട് വാടകയ്ക്ക് എടുക്കാം, ഒറ്റയ്ക്ക് ഇവിടെ കുട്ടികൾ ഇവിടെയാണ്, ഇത് പറ്റില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഡ്രൈവിങ്ങിലേക്ക് എത്തി. മനസ്സിലായോ? അപ്പൊ പ്രോബ്ലത്തിന് ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. നമ്മളിപ്പോ വേറെ പേഴ്സണൽ കാര്യങ്ങളിലായാലും വർക്കിലെ കാര്യങ്ങളായാലും എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെ കുറിച്ച് ആലോചിക്കുക, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ആലോചിക്കുക, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാന്ന് വിചാരിക്കുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻ ചെയ്ത് പോവുക. മനസ്സിലായോ? അതേസമയം ഇമോഷണൽ കോപ്പിംഗ് ഉണ്ട്. ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം അല്ല അവിടെ നമ്മൾ ഇമോഷൻസിനെയാണ് കോപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ. നമ്മുടെ സ്പൗസോ ആരെങ്കിലോ മരിച്ചു, അപ്പൊ നമ്മുടെ പേരന്റോ ആരെങ്കിലോ മരിച്ചു. അപ്പൊ നമ്മൾക്ക് എന്താണ് ഉണ്ടാവുക? നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ആ വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അവര് പോയി. അപ്പോ ഇവിടെ നമ്മൾ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇമോഷൻ, നമ്മളുടെ സാഡ്നെസ്, ക്രൈയിങ്, അവരുടെ മെമ്മറീസ്, ആ ഗ്രീഫ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിന് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് പല രീതിയിൽ നമുക്ക് ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ചിന്തകളെ മാറ്റുക,
ഡിസ്ട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ കുറെ മെത്തേഡുകൾ ചെയ്തിട്ടാണ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ചെയ്യുക. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആലോചിക്കുക, ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ തീരുമാനമെടുക്കുക. ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷൻസിനെ മാത്രമാണ് കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി we move on to stress management method. കാരണം നമ്മൾക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉള്ളതാണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കുറച്ച് ടിപ്സ് മാത്രമാണ് പറയണത്. സമയം അതിക്രമിച്ചോ, സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട് സ്ട്രെസ്സിന്, നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. ഈ സ്ട്രെസ് മൂലം തന്നെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റും ഉണ്ടാവും. അപ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കാണ് നമ്മൾ ഇവിടെ പറയുക. ഒന്നാമത്തത് ഫസ്റ്റ് വൺ ഈസ് ഡീപ് ബ്രീത്തിങ് ടെക്നിക്. അതായത് ഡീപ് ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പോസിബിളി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഓക്കെ, അപ്പോ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്ക്വയർ ബ്രീതിങ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഉണ്ട്, നോർമൽ ഡീപ് ബ്രീത്തിങ് ഉണ്ട്. നോർമൽ ഡീപ് ബ്രീത്തിങ്ങില് രണ്ട് തരം ഡീപ് ബ്രീത്തിങ് ആണ് നമുക്കുള്ളത്. ഒന്ന് സ്ക്വയർ ബ്രീത്തിങ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 സൈഡ്സ് ഉണ്ട്, 4 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോ ഈ സ്ക്വയർ ബ്രീതിങ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, 4 സെക്കൻഡ്സ് എക്സെയിൽ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കണോ? സമയമില്ലല്ലോ. ഹലോ ഹലോ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം. സമയമുണ്ട്. സമയമുണ്ട് അല്ലെ? ഓക്കെ, നമുക്കൊന്ന് ഡീപ് ബ്രീത്തിങ് ചെയ്താലോ? കാണുന്നുണ്ടോ? ചെയ്യാം. ചെയ്തു നോക്കാം മാഡം, വർക്കൗട്ട് ആവുന്നറിയണ്ടേ. ചെയ്തു നോക്കാം അല്ലെ? അപ്പൊ ഇത് ഞാൻ മറ്റേതിലേക്ക് വരണമെങ്കിലോ? ആ, ഓക്കെ. സ്ക്വയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്വയർ ബ്രീത്തിങ് സ്ലൈഡ് വിസിബിൾ അല്ല മാഡം, സ്ലൈഡ് വിസിബിൾ അല്ല, ഒരു ബ്ലാക്ക് സ്ക്രീൻ മാത്രമാണ് കാണുന്നത്. ഹലോ മാഡം, സ്ലൈഡ് വിസിബിൾ അല്ല, മാഡം ഓഡിബിൾ അല്ല. ഷാഗിന് ലോഗൗട്ട് ആയെന്ന് തോന്നുന്നു, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്ക്വയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, നമ്മളൊരു ചെയറിൽ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മള് ചെയറിന്റെ സൈഡിൽ റിലാക്സ്ഡ് ആയിട്ട്, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു. നമ്മള് കണ്ണ് ജസ്റ്റ് അടക്കുന്നു. എന്നിട്ട് 4 സെക്കൻഡ്സ്, നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരുണ്ടാവില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ചെയ്യാം. അപ്പൊ 4 സെക്കൻഡ്സ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, 4 സെക്കൻഡ്സ് കൊണ്ട് എക്സെയിൽ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് കണ്ണടയ്ക്കുന്നു. 1 2 3 4. Then you hold for 4 seconds. 1 2 3 4. Then slowly exhale. 1 2 3 4. ഇതാണ് സ്ക്വയർ ബ്രീതിങ്. ഇത് നമുക്ക് ആക്ച്വലി 20 ടൈംസ് എങ്കിലും ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം എപ്പോഴൊക്കെയാണ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്, ആ സമയത്തൊക്കെയാണ് നമ്മൾ ചെയ്യുക. രാവിലെ യൂഷ്വലി എല്ലാ ദിവസവും രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും നമ്മളൊരു 20 മിനിറ്റ്
ഇത് ചെയ്യാം. ഇത് സ്ക്വയർ ബ്രീത്തിങ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഡീപ് ബ്രീത്തിങ്. നമ്മൾ പറഞ്ഞല്ലോ ഡീപ് ബ്രീത്തിങ്ങിൽ എന്താണ്, നമ്മൾ പോസിബിൾ ഇൻഹെയിൽ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാല് ഒന്ന് സ്ക്വയർ ബ്രീത്തിങ്, രണ്ടാമത്തത് 2-5-6 ബ്രീത്തിങ് അല്ലെങ്കിൽ 4-7-6. ഏത് നമ്പർ ആണോ നമുക്ക് ഇഷ്ടം. അപ്പൊ 4-7-6 ആണെങ്കിൽ 4-7-8 ആണെങ്കിൽ 4 സെക്കൻഡ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, 7 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ്സ് കൊണ്ട് സ്ലോലി എക്സെയിൽ ചെയ്യുന്നു. ഓക്കെ, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ സ്ക്വയർ ബ്രീത്തിങ് പോലെ തന്നെ 4 സെക്കൻഡ്സ് നമ്മൾ 4 വെച്ചിട്ട് വിരലിലെണ്ണി നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, 7 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ്സ് സ്ലോലി എക്സെയിൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്ക്വയർ ബ്രീത്തിങ്, മീൻസ് ഡീപ് ബ്രീത്തിങ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഉണ്ട്. നമ്മൾ സാധാരണ ശ്വാസം ഒന്ന് എല്ലാവരും വലിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, അബ്ഡമൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അബ്ഡമൻ സാധാരണഗതിയിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അബ്ഡമൻ ഉള്ളിലേക്ക് പോണ പോലെ അല്ലേ തോന്നുക. പക്ഷേ ഇതില് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ അബ്ഡമൻ പുറത്തേക്കാണ് പോകേണ്ടത്. അതായത് അബ്ഡമൻ എക്സ്പാൻഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഈ ഇതില്ലേ ബലൂൺ വീർപ്പിക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടോ. അതായത് നമ്മള് ഒരു കൈ ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിലും റൈറ്റ് ഹാൻഡ് അബ്ഡമിലും വെച്ച ശേഷം നേരെ തിരിച്ചു വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ എക്സെയിൽ ചെയ്യുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യും. ഇൻഹെയിൽ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. കണ്ടോ, ആ രീതിയിൽ നമ്മൾ ഫോഴ്സ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഈ ഇങ്ങനെ 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 ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ എക്സെയിൽ ചെയ്യും. മീൻസ് അബ്ഡമൻ മീൻസ് എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഇസ് ദ മൈൻഡ്ഫുൾ ബ്രീത്തിങ്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡീപ് ബ്രീത്തിങ് ആണ്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, നമ്മൾ ബ്രീത്ത് എടുക്കുന്നു. അതിൽ സ്ക്വയർ ബ്രീത്തിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് 4-7-8 ബ്രീത്തിങ്. അത് രാവിലെ ഒരു 20 മിനിറ്റും വൈകിട്ട് ഒരു 20 മിനിറ്റും ചെയ്യാം. അതിൽ 10 നിങ്ങൾക്ക് സ്ക്വയർ ബ്രീത്തിങ് ചെയ്യാം, മറ്റേത് 4-7-8 ചെയ്യാം, അത് കുഴപ്പമില്ല. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഇങ്ങനെയുള്ളൂ, നമ്മള് ഫോഴ്സിബിൾ ബ്രീത്ത് ചെയ്തിട്ട് അബ്ഡമിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അത് നമുക്ക് കിടന്ന് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റിംഗ് പോസ്റ്ററിലും ചെയ്യാം. നെക്സ്റ്റ് ഇസ് ദ മൈൻഡ്ഫുൾ ബ്രീത്തിങ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണ് പറയാ. അതായത് നമ്മളെ ഒരു പ്രസന്റ് മൊമെന്റ് നമ്മൾ എംപ്രേസ് ചെയ്യുന്നു, അതിനെ നമ്മൾ ആസ്വദിക്കുന്നു. ഡിറ്റാച്ചിങ് ഫ്രം ദ ആഫ്റ്റർ ഡിറ്റാച്ച്മെന്റ് ഫ്രം യുവർ പാസ്റ്റ് ഇവന്റ്സ് ആൻഡ് ഫ്യൂച്ചർ വറീസ്. ഓക്കെ, നമ്മള് പാസ്റ്റിനെ കുറിച്ചിട്ടോ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടോ ആലോചിക്കാണ്ട് നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ ശ്വാസത്തെ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുക. ഇത് ഏകദേശം 10 മിനിറ്റ് ചെയ്താൽ മതി, ഒരു നേരം ചെയ്താൽ മതി. ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഒരിടത്ത് സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നിട്ട് നമ്മള് ശ്വാസം സാധാരണ നമ്മളിപ്പോ വലിക്കുന്നില്ലേ, പക്ഷെ നമ്മൾ സാധാരണ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസത്തെ കുറിച്ച് അവെയർ അല്ല, നമ്മൾ ആ ജോലിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു. അപ്പൊ നമ്മൾ ഉള്ളിലേക്കല്ല, ശ്വാസം സാധാരണ പോലെ വലിക്കുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യും. അതായത് നമുക്കത് മനസ്സിലാവില്ല, പക്ഷെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാണ്. എയറിന്ന് ഓക്സിജൻ കാർബൺ ഡൈഓക്സൈഡ് മിക്സ്ചർ എയർ നമ്മളുടെ നോസിൽ കൂടി പോകുന്നു, നോസിൽ കൂടി എവിടെ എത്താ, നേസോഫാരിങ്സിൽ എത്തുന്നു, അതുവഴി നമ്മളുടെ ലങ്സിലേക്ക് പോകുന്നു, ട്രക്കിയ വഴി ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാർബൺ ഡൈഓക്സൈഡ് ഒക്കെ തിരിച്ച് നമ്മുടെ മൂക്കിൽ കൂടി വരുന്നു. അപ്പൊ ഈ എയർ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂക്കിലേക്ക് ഇത് തട്ടുന്നത്. നമ്മൾ അങ്ങനെ അത് നമുക്ക് ഫീൽ ചെയ്യാനൊന്നും ആദ്യം തോന്നില്ല, പക്ഷെ നമ്മൾ അതിനെ കൂടുതൽ ആലോചിക്കുകയാണ്. ഈ ശ്വാസമാണ് എന്നെ നിലനിർത്തുന്നത്, ഈ ശ്വാസത്തെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരും. നമ്മളുടെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി, എക്സ്റ്റെൻഡ് ഈ മാസത്തെ ഡ്യൂട്ടി, പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടി, അങ്ങനത്തെ പല പല ഡ്യൂട്ടികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, പോസിബിളി അതിനെയൊന്നും റിജക്ട് ചെയ്യല്ല, പക്ഷെ നമ്മൾ ആ ചിന്തകൾ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ തിരിച്ച് നമ്മൾ ശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു വരും.
അപ്പൊ തുടക്കത്തിലൊക്കെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ് വരിക. നമുക്ക് ശ്വാസത്തെ ഈ പറഞ്ഞ മാതിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 1 week ഒക്കെ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു എംപ്രൈസ് ഓർ എൻജോയ് യുവർ ബ്രീതിങ്. അതാണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ബ്രീത്തിങ് ടെക്നിക്കില്. സ്ക്വയർ ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ്ങില് സ്ക്വയർ ബ്രീത്തിങ്, 4-7-8 ബ്രീത്തിങ്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് ജസ്റ്റ് നമ്മള് ശ്വാസത്തെ നിരീക്ഷിക്കുന്നു, അതില് ആനന്ദം കണ്ടെത്തുന്നു. അതാണ് മൈൻഡ്ഫുൾനെസ്. JPMR എന്ന് പറഞ്ഞാൽ എന്താണ്? ജേക്കബ്സൺ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. അത് യൂട്യൂബിലൊക്കെ ലിങ്ക് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരിടത്ത് കിടക്കുന്നു, ഏറ്റവും റിലാക്സ്ഡ് പോസ്റ്റില് നമ്മൾ കിടക്കുന്നു, നമ്മളുടെ മനസ്സിലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു, നമ്മൾക്ക് വേറെ ചിന്തകളൊന്നുമില്ല. എന്നിട്ട് നമ്മള് ഓരോ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടെൻഷൻ ഫീൽ ചെയ്യുന്നു. റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആകും. അതായത് അത് കിടന്നിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇതിലാണ് തുടങ്ങുക, നമ്മളുടെ ഫിംഗേഴ്സിൽ, അതായത് ഹാൻഡിൽ തുടങ്ങുന്നു. ഹാൻഡ് ഫ്ലെക്സ് ചെയ്തതിന് ശേഷം, ഇത് ആക്കിയതിന് ഫിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ റിലാക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എൽബോയിൽ ഫ്ലെക്സ് ചെയ്യുന്നു. അങ്ങനെ ഹെഡ് ടു ഫൂട്ട് നമ്മള് ഹലോ, സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. സ്ലൈഡ് ഞാൻ മൂവ് ചെയ്തില്ലായിരുന്നു സർ, അത് പറ്റി. സ്ലൈഡ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ ഒരു ഡീപ് ബ്രീത്തിങ് ടെക്നിക്? ഡീപ് ബ്രീത്തിങ് ഉണ്ട്, കാണാം. ഇപ്പൊ കാണുന്നുണ്ടോ സർ? JPMR ഇല്ല, മേളിലോട്ട് ആക്കാവോ? 2 സ്ലൈഡ് കൂടെ താഴോട്ട് പോകാവോ? ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ് കാണാം. സ്ക്വയർ ബ്രീത്തിങ്, 4-7-8 അവിടെയാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ JPMR നമ്മളൊന്ന് വീഡിയോയിൽ നോക്കിയ സമയമില്ലാത്തതുകൊണ്ടാണ്, ഒന്നല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മെന്റൽ ഇമേജറി നോക്കണോ? സമയമുണ്ടോ? നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇഷ്ടം പോലെ നമുക്ക്. അപ്പൊ കുഴപ്പമില്ല. മെന്റൽ ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിഷ്വലി നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരണ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മളുടെ മനസ്സിലേക്ക് വരുത്തി നമ്മളത്, നമ്മൾ പറയില്ലേ ഇൻ വിട്രോ ഇൻ വൈവോ എന്നൊക്കെ പറഞ്ഞ മാതിരി, അങ്ങനത്തെ ഒരു ചിന്തയില്. അതായത് നമ്മളിപ്പോ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ബീച്ചിൽ പോയിട്ട് തിരിച്ചു വരാം, അതല്ലെങ്കിൽ നമുക്കൊരു പാർക്കിൽ പോയിട്ട് തിരിച്ചു വരാം. എന്താ വേണ്ടേ? മെന്റൽ ഇമേജറി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഹാപ്പി സിറ്റുവേഷൻ നമ്മൾ തന്നെ സൃഷ്ടിച്ച് നമ്മൾ തന്നെ അതിലേക്ക് പോകുന്നു. അതായത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, വേറെ തോട്ട്സ് ഒന്നും വരാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പാർക്കിലേക്ക് പോവാണ്. മനസ്സിലായി? വിഷ്വലി നമ്മളത് മനസ്സിൽ കാണുകയാണ്. നമ്മൾ പാർക്കിലല്ല ഇരിക്കുന്നത്, നമ്മളുടെ ഒപ്പിയിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ്. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ എന്താണ്, ഒരു പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറെ പൂക്കള്, സൈഡിൽ മുഴുവൻ പൂക്കൾ, പുൽത്തകിടിയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്നു, നല്ല കാറ്റുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. നമുക്ക് ആ സമയത്ത് ഒരു ചിന്തകളും നമുക്കില്ല. നമ്മൾക്ക് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. പൂക്കളുണ്ട്, നല്ല കാറ്റുണ്ട്. നടന്നു തിരിച്ചു പോകുമ്പോൾ ഒരു വലിയൊരു പോണ്ട്, എന്താ പറയാ, ഒരു വലിയൊരു പുഴ കാണുന്നു, ഇപ്പുറത്തൊരു കുളം കാണുന്നു. നമ്മൾ ആ പുഴയിലേക്ക് ജസ്റ്റ് ഇറങ്ങുന്നു, വെള്ളം ടച്ച് ചെയ്യുന്നു. തിരിച്ച് ആ സമയത്ത് പൂക്കളുണ്ട്, പൂക്കളുടെയൊക്കെ നല്ല മണമുണ്ട്. ചിത്രശലഭങ്ങളൊക്കെ നമ്മൾ കാണുന്നു, ബട്ടർഫ്ലൈസ് ഒക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് റോട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ നമ്മൾ തന്നെ ഒരു മെന്റൽ ഇമേജറി, നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളത് സൃഷ്ടിക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്കൊക്കെയുള്ള വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്. ഇത് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഏറ്റവും നമ്മൾക്കൊരു പ്രോബ്ലം ഉള്ളത്, നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു കാരണം, ഒരു ആങ്കർ മാനേജ്മെന്റ്. ആങ്കർ നമുക്ക് അറിയാലോ, നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിലർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ നമ്മളുടെ ചില പൊട്ടിത്തെറികൾ നമ്മൾക്കൊരു വലിയ സ്ട്രെസ്സിലേക്കും റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പിലേക്കൊക്കെ പോകും. അപ്പോ ആങ്കർ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ആങ്കർ മാനേജ് ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഒരു ആങ്കർ, നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം ചില ദേഷ്യമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലെ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മള് എന്താ പറയാ ഒരു സുപ്പീരിയർ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ സബോർഡിനേറ്റ്സിനെ സ്നേഹത്തോടെ പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു ആങ്കറിന്റെ ആവശ്യം ഉണ്ടാവുമായിരിക്കും. അതല്ലാണ്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മളെ ആങ്കർ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാരണമാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആങ്കർ മാനേജ്മെന്റ് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ആങ്കർ മാനേജ്മെന്റ് ചെയ്യുക? നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ അവിടുത്തെ ഒരു കുളീഗായിട്ട് പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം, നമുക്ക് ഷൗട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മളെ അപ്പൊ എന്താ ചെയ്യാം? നമ്മള് ഡ്യൂട്ടി റൂമിലാണ് ഉള്ളത്, മറ്റേ ഡോക്ടറായിട്ടാണ് നമുക്ക് ദേഷ്യം തോന്നിയത്, ആരും ആവട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പേഴ്സൺ. അതായത് ആ ദേഷ്യമുണ്ട്, ഞാൻ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് റൂം വിടുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എന്നാലും നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്യുക എങ്ങനെ? 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യരുത്. പകരം 100 99, 100 ബാക്ക്വേർഡ് ആയിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 100 99 98. കാരണം അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അത് ചിന്തിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ ദേഷ്യം കുറച്ച് കുറയും. മൂന്നാമത്തത് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുക എന്നാണ് പറയുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്ക്വയർ ബ്രീത്തിങ്ങും ഡീപ് ബ്രീത്തിങ്ങും മൈൻഡ്ഫുൾ ബ്രീത്തിങ് അതൊക്കെ അപ്പൊ ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ദേഷ്യം കുറയും. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു, നമ്മൾ വേറൊരു ഫ്രണ്ടുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു. ഐ ഹാഡ് ആൻ ഇഷ്യൂ വിത്ത് ദാറ്റ് പേഴ്സൺ എന്നുള്ളത്, ഇതായിരുന്നു കാരണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്ന രീതി ഡിലേ ചെയ്യണം. ഇതാണ് ആങ്കർ മാനേജ്മെന്റിന്റെ മെത്തേഡ്. ഫസ്റ്റ് വൺ ഇസ് കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് ഇവന്റ് ഓർ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ഇസ് ദ distraction, count from 100 in backward direction. Next, drink water, deep breathing, discuss and delay reaction. Okay. So, ഇതില് നമ്മൾ ചില ഇപ്പൊ നമുക്ക് തോന്നും നമ്മൾ കുറെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അത്രയും ദേഷ്യം വേണ്ടായിരുന്നു, അങ്ങനത്തെ തോന്നല് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലേ? അത് നമ്മള് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണമെങ്കിൽ എന്നല്ല, നമുക്കൊരു ആങ്കർ ഡയറി കീപ്പ് ചെയ്യാം. ആങ്കർ ഡയറി എങ്ങനെയാ കീപ്പ് ചെയ്യുക? ആങ്കർ ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പോലത്തെ ഒരു ബുക്ക്, ആ ബുക്കില് ഒരു ലൈനുള്ള ബുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ആ ബുക്കില് നമ്മൾ ഒരു സിറ്റുവേഷൻ എഴുതുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ന് റൗണ്ട്സിന് പോയപ്പോൾ ലോറസിപ്പാം ടാബ്ലറ്റ് എഴുതി, ആൽക്കഹോൾ വിഡ്രോവൽ ഉള്ള പേഷ്യന്റ് ആണ്. പക്ഷെ പേഷ്യന്റിനോട് ചോദിച്ചപ്പോൾ പേഷ്യന്റ് പറഞ്ഞു മരുന്നൊന്നും കിട്ടിയിട്ടില്ല, ആകെ ടൈമിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പേഷ്യന്റിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് സ്റ്റാഫ് കൊടുത്തിട്ടില്ല, അവരത് മാറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? ഞാനപ്പോ റൗണ്ട്സിന്റെ സമയത്താണ് സിസ്റ്റർ ഉണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി അവരെ ഷൗട്ട് ചെയ്യുന്നു, ഇത് ഞാൻ എഴുതിയിട്ട് ഈ പേഷ്യന്റ് ഡെത്ത് ആയി കഴിഞ്ഞാൽ, ഇതൊക്കെ പേഷ്യന്റ് മുമ്പ് നാട്ടോ പറയുന്നത്, പേഷ്യന്റ് ഡെത്ത് ആയി കഴിഞ്ഞാൽ ഞാനാണ് റെസ്പോൺസിബിൾ, ഈ സമാധാനം ആരോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഷൗട്ട് ചെയ്യുന്നു, അവര് പോയി കരയുന്നു, പിന്നെ തിരിച്ച് ആകെ പ്രശ്നമാകുന്നു. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനെ ഞാൻ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യേണ്ടിയിരുന്നത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഹലോ. തൽക്കാലം ആ വിട്ടുപോയ മരുന്നൊന്ന് കൊടുക്കുക, അല്ല വിട്ടുപോയെന്ന് പറയണ്ട, ഈ മരുന്നൊന്ന് കൊണ്ടുവരാമോ സിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുപ്പിക്കുക. എന്നിട്ട് പേഴ്സണലായിട്ട് പിന്നീട് റൗണ്ട്സ് എല്ലാം തീർന്നതിന് ശേഷം സിസ്റ്ററോട് പറയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്. അതെ, എക്സാക്ട്ലി സർ. സാറ് പറഞ്ഞതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്റെ ആങ്കർ പുറത്തേക്ക് വന്നത്? ഇങ്ങനെയാണ്. അപ്പോ അതായത് അത് കൊടുപ്പിച്ച ശേഷം പേഴ്സണലി സിസ്റ്റർ വിളിച്ചിട്ട് പറയാണ് വേണ്ടത്. അപ്പോ എങ്ങനെയാന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു, ആകെ ഇഷ്യൂ ആവുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന ശേഷം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊരു 4 മണിയാകുമ്പോൾ എത്തും. 4 മണിയായി വന്ന ശേഷം ഞാൻ ആകെ ഇന്നൊരു പ്രശ്നമായതുകൊണ്ട് ആങ്കർ ഡയറി എടുക്കും, ആങ്കർ ഡയറിയിലേക്ക് എഴുതുന്നു. ആങ്കർ ഡയറിയുടെ ടൈം എന്താണ്? ഇന്നത്തെ ഡേറ്റ്, ഇന്ന് 9-ാം തീയതി 10 മണിക്ക്
ABC എന്ന് പറയും. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിസിഡന്റ്, ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസ്. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ വെൻ, വെയർ, വിത്ത് ഹൂം, വാട്ട്, പ്രൊവോക്ക്. എപ്പോഴൊക്കെയാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, എന്താണ് ദേഷ്യം, എവിടെ വെച്ചിട്ടാണ് ദേഷ്യപ്പെട്ടത്? മെയിൽ വാർഡിൽ വെച്ചിട്ട്, ഹോസ്പിറ്റലിന്റെ മെയിൽ വാർഡിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് 10 മണിക്ക് സിസ്റ്ററോടാണ് ദേഷ്യപ്പെട്ടത്. ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? അതാണ് ആന്റിസിഡന്റ്. അവർ ലോറിസിപ്പ ടാബ്ലറ്റ് കൊടുത്തില്ല, പേഷ്യന്റ് വിഡ്രോവൽ കൂടി, അപ്പൊ അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു. ബിഹേവിയർ എന്താണ്? ഞാൻ ഷൗട്ട് ചെയ്തു, അത് പേഷ്യന്റ് മുമ്പ് നിന്നാണ് ഷൗട്ട് ചെയ്തത്. കോൺസിക്വൻസ് എങ്ങനെയായിരുന്നു? സിസ്റ്റർ കരഞ്ഞു, അങ്ങനെ കുറെ നേരമൊക്കെ ദേഷ്യം നിന്നു, അത് കഴിഞ്ഞ് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 വരി വിടുന്നു. അതിനുശേഷം പിറ്റേ ദിവസം വേറെ ദേഷ്യം എന്താണ്? പേഷ്യന്റ് മറ്റേ ടോക്കൺ സിസ്റ്റം ഇല്ല, അപ്പൊ ഇടിച്ചു കയറി വരികയാണ്. ഞാൻ ഇടിച്ചു കയറി വന്നപ്പോ ഒരു പേഷ്യന്റ് ദേഷ്യപ്പെട്ടിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. മനസ്സിലായോ? അതായത് ഒപ്പിന് ഞാൻ കാണില്ലേ ഇനി ഒപ്പി, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അവരെ ഷൗട്ട് ചെയ്തു. സൈക്യാട്രിക് പേഷ്യൻസ് ആണ് നോക്കണം. അവരൊക്കെ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അപ്പൊ ഇത് 2ാമത്തെ ദിവസം നടന്ന ദേഷ്യം. അപ്പോ അതും എഴുതി വെച്ചു. ഇതേപോലെ തന്നെ 11:30 ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇടിച്ചു കയറി വന്നു, ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ എപ്പോഴാണ് എന്റെ ദേഷ്യം? കോൺസിക്വൻസ് എന്തായിരുന്നു? 20 മിനിറ്റ് പോയി ചായ കുടിച്ചിട്ട് വന്നു. പിന്നെ 25ാമത്തെ മിനിറ്റിന് ആറമ്മ വിളിച്ചു, ഇതായി ഒപ്പിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പിൽ പോയിട്ടു. അപ്പോ ഇതിനൊക്കെ തന്നെ ഞാൻ എഴുതി വെക്കുന്നു. എഴുതി വെച്ചതിന് ശേഷം എന്റെ ബിഹേവിയറും കൂടി ഞാൻ എഴുതി വെച്ചതിന് ശേഷം ഈ ഗ്യാപ്പ് ഉള്ളതിലേക്ക് എനിക്ക് എങ്ങനെ പെരുമാറായിരുന്നു? ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ പേഷ്യന്റിനെ നമ്മൾ തിരിച്ച് പേഷ്യന്റ് അല്ല, സ്റ്റാഫിനോട് ഒറ്റയ്ക്ക് ചെന്നിട്ട് സംസാരിച്ചിട്ട് പേഷ്യന്റിന്റെ മുമ്പിൽ നിന്ന് പേഷ്യന്റിന് മെഡിസിൻ കൊടുപ്പിച്ചിട്ട് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ചിന്തിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഒപിന്ന് പേഷ്യന്റ് ഇടകേറി വന്നപ്പോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം സൈക്യാട്രി ഒപി അല്ലേ, അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് നിങ്ങൾ അടുത്ത നമ്പറിലേക്ക് വന്നാൽ മതി, ഇപ്പൊ കയറണ്ട എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി. എനിക്ക് ഒപി തുടരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നെന്നുള്ളത് ഞാൻ റെഡ് ഇങ്കിൽ എഴുതി വെക്കുന്നു. ബാക്കിയെല്ലാം ബ്ലൂ ഇങ്കിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ ചെയ്യേണ്ട കാര്യം മാത്രം റെഡ് ഇങ്കിൽ. എന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുന്നു. അപ്പൊ എന്റെ ദേഷ്യമൊക്കെ കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ പെരുമാറേണ്ടിയിരുന്നത്, പക്ഷെ ഞാൻ പെരുമാറിയത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ പുതിയ മെത്തേഡ് പഠിക്കുന്നു. അപ്പൊ സെക്കൻഡും ഇത് തന്നെ ആവർത്തിക്കാമല്ലോ. ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അവിടെയും സിസ്റ്റർ ലോറസിപ്പ മറന്നു പോകുന്നു. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് സാറ് പറഞ്ഞ പോലെ സിസ്റ്റർ പേഴ്സണലി വിളിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആങ്കർ ഡയറി എന്ന് പറയുന്നത്. ഈ ആങ്കർ ഡയറി, നെഗറ്റീവ് തോട്ട് ഡയറി, അങ്ങനെയൊക്കെ നമുക്ക് ആക്കാം. ഡയറി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇനിയുള്ളത് മാനേജ്മെന്റ് ഓഫ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്. ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ സൂപ്രണ്ട് പറയാണ്, ഈ ഒരു മാസത്തെ, അതായത് ഈ കഴിഞ്ഞ 2025 ലിസ്റ്റില് മെയിൽ പേഷ്യൻസ് എത്രയാണ്, ഫീമെയിൽ പേഷ്യൻസ് എത്രയാണ് ഒപിയിൽ വന്നിരിക്കുന്നത്, അതിലെ ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് എത്ര പേര് ഡിപ്രഷൻ, എത്ര പേര് സൈക്കോസിസ് എന്നുള്ള റിപ്പോർട്ട് എനിക്ക് നാളെ തരണം എന്ന് പറയുന്നു. ഇങ്ങനെ സൂപ്രണ്ട് എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? നാളെ തരണം എന്ന് പറയുന്നു, ഇന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഒന്ന് പറയാം? ഹലോ, ഒ പി രജിസ്റ്റർ എടുത്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരുടെയെങ്കിലും സഹായം കൂടി തേടി ചെയ്യാൻ നോക്കുക. നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നു. ഓക്കെ, ഇതില് ഞാൻ എന്താണ് സാറിനോട് പറയേണ്ടത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇതെന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലേ? ഈ ഒരു 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ചൂടാകാണോ വേണ്ടത്? അല്ലെങ്കിൽ സാറ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാന്ന് പറയാണോ വേണ്ടത്? അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഓക്കെ, ശ്രമിക്കാന്ന് പറയാം. അല്ലെങ്കിലോ ശ്രമിക്കാന്ന് പറയാം. നമുക്ക് പറ്റിയില്ലെങ്കിലോ കുറച്ചുകൂടി ടൈം അലോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. കുറച്ച് അതാണ്. അപ്പൊ
ഞാൻ ശ്രമിക്കാം സർ. എനിക്കിപ്പോ രണ്ടുപേരെയും കൂടി ഒരാഴ്ച കൂടി ടൈം തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് പറയും. അതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ നാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാം. അതാണ് ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ കോൺവെർസേഷൻ. അതല്ലാണ്ട് ഞാൻ നാളെ തന്നെ ശരി സാർ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നാളെ എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യുകയില്ല. അതിനെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ചിലപ്പോൾ ചെയ്യാന്ന് പറയും, എന്നിട്ട് ഞാൻ പോയിട്ട് സാർ എന്തിനാ എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു, പക്ഷെ ഞാനൊക്കെ ചെയ്യണമില്ല. അതാണ് ഒരു പാസീവ് അഗ്രഷൻ ആയിട്ടുള്ള ഒരു രീതി. അഗ്രസീവ് ആണെങ്കിൽ ഞാൻ നേരിട്ട് ചൂടാവുന്നു, പറ്റാത്തൊരു കാര്യം എന്നോട് എന്തിനാ പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അസേർട്ടീവ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഒരു നമുക്ക് മാത്രമല്ലല്ലോ സ്ട്രെസ് വരിക, നമ്മളുടെ അടുത്ത കൊളീഗിന്, അത് ചിലപ്പം നമ്മളുടെ ഒരു സ്റ്റാഫ് ആയിരിക്കാം, അവർക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നു, അവരെന്തെങ്കിലും ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നല്ല, നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യം ചെയ്യാൻ പറ്റും. അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ടേം നമ്മളെല്ലാവർക്കും അവെയർ ആയിട്ടുള്ളത് കൊറോണ വന്ന സമയത്തും ആ ഒരു ഫ്ലഡ് ഒക്കെ വന്ന സമയത്താണ്. അതുപോലെ തന്നെ ഈ ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്ന സമയത്ത് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പൊണൻഷ്യൽ സ്ട്രെസ്സിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മള് ഒരാൾക്ക് എന്താ പറയാ CPR കൊടുത്തിട്ട് നമ്മൾ രക്ഷിക്കില്ലേ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയി, അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക? ജീവൻ നിലനിർത്തണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക ഡോക്ടേഴ്സ് ആണോ? അല്ല. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വന്നാലാണ് ട്രീറ്റ് ചെയ്യുക. അല്ലാണ്ട് അതിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ലേമാൻ ആയിട്ടുള്ള സാധാരണ ഒരു വ്യക്തിയായിരിക്കും ഫിസിക്കൽ ഇൽനെസിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരാൾക്ക് താങ്ങാവുകയാണ് ചെയ്യുക. ഒരാളുടെ പ്രശ്നങ്ങൾ മാറ്റാനോ ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ അവരുടെ കൂടെ ഉണ്ടാവുന്നു. അവരെ 3 പ്രോസസ്സാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഉള്ളത്. അതായത് നമ്മളുടെ ഒരു ഇമ്മീഡിയറ്റ് പേഴ്സൺ പെട്ടെന്ന് ഒരു സ്ട്രെസ്സിലേക്ക് പോകുന്നു, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി വരും. മാസ് കാഷ്വാലിറ്റി അല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അപകടം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ എല്ലാം സിറ്റുവേഷനിൽ നമ്മൾ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് അവിടെ കൊടുക്കേണ്ടി വരിക. അതിൽ 3 കാര്യമാണ് ഉള്ളത്: ലുക്ക്, ലിസൺ ആൻഡ് ബിൽഡ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അവര് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണെന്ന് തോന്നണു, അവര് റൂമിലേക്ക് കയറി, അവര് വാതിലടച്ച് നിൽക്കുകയാണ് എന്നുള്ള ഒരു കോള് നമുക്ക് വരുന്നു. നമ്മൾ അന്നത്തെ ഡ്യൂട്ടി ആണ്. നമ്മൾ എന്ത് ചെയ്യും? ആ ഡോറ് തുറക്കുക, എന്നിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നു. ഈ വ്യക്തി സേഫ് ആണോ എന്ന് നോക്കുക. ഇവരുടെ അടുത്ത് ടാബ്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്പൺസോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതാണ് ലുക്ക് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ സേഫ്റ്റി നോക്കുക. അതിനുശേഷം നമ്മൾ ഈ വ്യക്തിയെ ലിസൺ ചെയ്യുന്നു, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഇതില് എന്താ പറ്റിയെന്ന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് അങ്ങനെ ചോദിക്കലല്ല. അവര് ചിലപ്പോൾ ആദ്യത്തെ സിറ്റികളൊന്നും പറയുണ്ടാവില്ല, നമ്മളോടൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെ ലിസൺ ചെയ്യുന്നു. അവരുടെ വിഷമങ്ങളും ചിലവർ നമ്മളോട് സംസാരിക്കും. എനിക്ക് തീരെ പറ്റാച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത് ലിസൺ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ലുക്ക് ലിസൺ എന്ന് പറഞ്ഞാൽ പോയി ഹഗ് ചെയ്യുക അല്ലെങ്കിൽ തലോടുക, അതല്ല. അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല എന്നാണ് വെസ്റ്റേൺ സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. കാരണം അവർക്കൊരു സോഷ്യോ കൾച്ചറൽ ഇതുണ്ടാവും. നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡർ ഒക്കെ ആണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ അതിനുശേഷം അവരെ ലിങ്ക് ചെയ്യാണ്. ലിങ്ക് ചെയ്യുന്നത് ഏതാണ്? ഹോസ്പിറ്റലായിട്ടോ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടോ ദിശ പോലത്തെ അങ്ങനത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടോ ഫാമിലി ആയിട്ടോ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ സുപ്പീരിയർ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ മാനേജ്മെന്റ് അവിടെ നടക്കും. ഇവിടെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇത് എല്ലാത്തിനും ചെയ്യാം. ഒരു കലാമിറ്റി നടക്കുന്ന സമയത്ത് പോലും നമുക്ക് സേഫ് ആയിട്ടുള്ള ആളുകളെ മാറ്റാം. അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടാവും, അവരെയും നമ്മൾ കേൾക്കുക, അവരെയും നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇനി നമുക്ക് ഒരു കൺക്ലൂഷൻ
പോർഷനിലേക്ക് എത്തി നമ്മൾ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്, സ്ട്രെസ് എന്തൊക്കെയാണ്, അതിന്റെ ഡെഫിനേഷൻസിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു നമ്മൾക്കൊരു സ്ട്രെസ് ഫ്രീ ലൈഫ് വേണം അല്ലെ, നമുക്കത് എന്താ ചെയ്യാം, എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മളെല്ലാവരും ഹസ്കുന മട്ടാട്ട ആയിട്ട്. ഓക്കെ, സോ വാട്ട് ഈസ് എ മെന്റൽ ഹെൽത്ത്? നമുക്ക് ഹെൽത്തിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ, ഹെൽത്തിന്റെ ഡെഫിനേഷൻ ഒക്കെ നമുക്കറിയാം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് തന്നെയാണ്. അതില് ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ഹിസ് ഓർ ഹെർ എബിലിറ്റി. നമ്മൾക്കൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മളുടെ എബിലിറ്റീസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. പിന്നെ യു കൻ കോപ്പ് വിത്ത് ദ നോർമൽ സ്ട്രെസർ ഓഫ് ലൈഫ്. നോർമൽ ഡെയിലി സ്ട്രെസ്സേഴ്സ് എല്ലാവർക്കും ഉണ്ടാകണം, അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ആ സ്ട്രെസ്സറിനെ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റണം. തേർഡ് ഇസ് ദ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ CHCയിലും PHCയിലും താലൂക്ക് ഹോസ്പിറ്റലും ഒക്കെ നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം, ഫ്രൂട്ട്ഫുള്ളി ചെയ്യാൻ പറ്റണം. ആൻഡ് യു കെൻ കോൺട്രിബ്യൂട്ട് ടു കമ്മ്യൂണിറ്റി അല്ലെ, നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും അല്ലെ. ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ് നമ്മൾക്ക്, ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് വൺ ഇസ് നമ്മളുടെ എബിലിറ്റീസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് നോർമൽ സ്ട്രെസറിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വർക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് നമുക്ക് പോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എക്സസൈസ് ആണ്. വോണ്ട് ടു റിഡ്യൂസ് യുവർ സ്ട്രെസ്, ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് മൂവിങ്. അതാണ് എണീറ്റങ്ങ് നടക്കുക. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പൊട്ടൻ ആന്റി ഡിപ്രസന്റ് ആണെന്ന് പറയും. അതായത് ഈ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഹാപ്പി ഹോർമോൺ ഡോപ്പമിൻ റിലീസ്ഡ് ആകുന്നുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നാച്ചുറൽ എൻഡോർഫിൻസ്, ന്യൂ കാപ്പ ഡെൽറ്റ എൻകഫലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, നാച്ചുറൽ ഓപ്പിയോഡ് സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ, അതെല്ലാം തന്നെ സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോ ഇതൊക്കെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഗ്രോത്തിനെയും നമ്മളുടെ ഫിസിക്കൽ വെൽബീയിങ്ങിനെയും എഫക്ട് ചെയ്യും, നല്ലതായിട്ട് വരുത്തുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്തായിരുന്നു, എക്സസൈസ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണെന്ന്. ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി മാത്രമല്ല, മെന്റൽ ഹെൽത്തിനും മെന്റൽ ഫിറ്റ്നസിനും കൂടി എക്സസൈസ് അത്യാവശ്യമാണ്. അതില് എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്, നമ്മളുടെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡിമെൻഷ്യ, കോഗ്നിറ്റീവ് എബിലിറ്റി എല്ലാം കൂട്ടും. ഡിമെൻഷ്യ കുറയ്ക്കും, ഡിമെൻഷ്യയുടെ പോസിബിലിറ്റി, അൾഷൈമേഴ്സ് പോലത്തെ അസുഖത്തിന്റെ പോസിബിലിറ്റി കുറയ്ക്കുന്നതാണ് പറയുക. ഇറ്റ് ഇംപ്രൂവ്സ് ദ മൂഡ്, നമ്മളുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്, ഡിമെൻഷ്യ പോസിബിലിറ്റി കുറയ്ക്കുന്നുണ്ട്, റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഡിമെൻഷ്യ കുറയ്ക്കും. അതേപോലെ തന്നെ റിസ്ക് ഓഫ് ഡിപ്രഷൻ കുറയ്ക്കുന്ന പറയാം, സെൽഫ് എസ്റ്റീം കൂട്ടും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് BDNF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് ഹോർമോൺസ്, ഒരു ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടേഴ്സ്, അതും കൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്രെയിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന പറയാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ചെയ്യണവർക്ക് അറിയാതെ, നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ്, ജിമ്മോ സുംബയോ ഓട്ടോ നടത്തം, ഇവിടെ നടത്തം പോലും, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ, അതൊക്കെ തന്നെ നമുക്കറിയാം. നമ്മൾ ആ ഒരു 1 hour വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ആവും, നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആവും, നമ്മൾ കുറച്ചും കൂടി ഒരു യൂത്തേക്ക്, ഒരു ഹാപ്പി മൂഡിലേക്ക് യൂഫോറിയക്ക് വരും. ഇത് ഒരാഴ്ച 5 പ്രാവശ്യമെങ്കിലും മിനിമം 30 minutes ചെയ്തിരിക്കും. 7 ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 5 ദിവസമെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഹോബീസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഹോബീസ് ഇല്ലെങ്കിൽ ആ ഹോബി നമ്മൾ ഉണ്ടാക്കുക. അത് ചിലവർക്ക് റീഡിങ് ആയിരിക്കാം, ചിലവർക്ക് റൈറ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം, ചിലർക്ക് ഇതെല്ലാം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ചിലവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഹോബീസിന് വേണ്ടി, അതായത് നമ്മൾ അൺഅപ്പോളജറ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ ഹോബീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അയ്യോ വേറെ ഒന്നും ചിന്തിക്കാണ്ട് ലീവ് എടുത്തിട്ടാണെങ്കിലും ലീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹോബീസിനെ പെർസ്യൂ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഹോബീസ് ഉണ്ട്, റീഡിങ് ആയിട്ടും
ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ട്. അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാം. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് പിന്നെ ഒരു ഫാമിലി ടൈം, മീ ടൈം. നമ്മളെ ഫാമിലിയോടൊപ്പം എസ്പെഷ്യലി കുട്ടികളോടൊപ്പം തന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മീ ടൈം വേണം. മീ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമുള്ള ഒരു സമയം. ആ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഹോബീസ് അവിടെ നിൽക്കട്ടെ, ഹോബീസും വേണം, അതോടൊപ്പം തന്നെ ഒരു മീ ടൈമും വേണം. മനസ്സിലായോ? ഹോബീസിന് നമ്മുടെ ടൈം കൂടുതൽ കൊടുക്കുന്നുണ്ട്. മീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നമ്മൾ മാത്രമായിട്ട് കിടക്കുക, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചോളൂ. അതാണ് മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൗ മച്ച് സ്ലീപ്പ് ഡു യു നീഡ്? എത്ര മണിക്കൂർ നമുക്ക് സ്ലീപ്പ് വേണം? സ്ലീപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 to 8 ആണ് വേണ്ടത്. 6.5 hours താഴെ ഉറങ്ങുന്ന ആളുകളിലും 9 hours മുകളിൽ ഉറങ്ങുന്ന ആളുകളിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് സാധാരണ വ്യക്തികളെക്കാളും 1.7 ആണ്. പിന്നെ സ്ലീപ്പ് ഹൈജീനെ കുറിച്ചിട്ട് പറയാം. സ്ലീപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പലർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ പലപ്പോഴും ടാബ്ലറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ എപ്പോഴും ഉറങ്ങാൻ വേണ്ടി ബെഡ് എപ്പോഴും ഉറങ്ങാനുള്ള കാര്യമാണ്, ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് വിചാരിക്കുക. അവിടെ പോയിട്ട് പച്ചക്കറി അരിയുക, ഡ്രസ്സ് മടക്കി വെക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ഇതൊന്നും ചെയ്യരുത്. അവിടേക്ക് നമ്മൾ നൈറ്റിന് സ്ലീപ്പ് വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഒരു ഇരുട്ട്, വലിയ വെളിച്ചമൊന്നും കയറാത്ത, പക്ഷെ നല്ല ലൈറ്റ് കർട്ടനൊക്കെ ഇട്ടിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമിനെയാണ് നമ്മൾ ബെഡ്റൂം എന്ന് പറയുക. ഇനി ബെഡിലേക്ക് നമ്മൾ എപ്പോഴും ഒരു ഡെയിലി റൂട്ടീൻ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു പ്രത്യേക ടൈമിൽ ബെഡിലേക്ക് പോകുന്നു, പ്രത്യേക ടൈമിന് നമ്മൾ എണീക്കുന്നു. അത് നമ്മൾക്ക് ഒരു ഫിക്സഡ് ടൈമായിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ടീ, കോഫി അങ്ങനത്തെ സ്റ്റിമുലന്റ് ഒന്നും ഉപയോഗിക്കരുത്. 4 മണി കഴിഞ്ഞ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഗാഡ്ജറ്റ്സ് ആണെങ്കിലും 9 മണി കഴിഞ്ഞ് ഓഫ് ചെയ്യണം. നമ്മളൊരു 10 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 9 മണിയാകുമ്പോൾ എല്ലാം ഓഫ് ചെയ്യുക. നമ്മൾ ഓൺ കോളൊക്കെ എടുക്കുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്യണ്ട, ബാക്കി നെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എപ്പോഴാണ് ചെയ്യുന്നത്? പകലാണ് ചെയ്യുക. രാത്രി 10 മണിക്ക് കിടക്കുന്ന ആള് 8 മണിക്ക് പോയിട്ട് എക്സസൈസ് ചെയ്യരുത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓപ്പിയോഡ് നാച്ചുറൽ ഓപ്പിയോഡ് സിസ്റ്റത്തിലേക്ക് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഉറക്കം പോകാനുള്ള ഒരു ചാൻസ്. എപ്പോഴും രാവിലെ വെയിൽ നന്നായിട്ട് കൊള്ളുക. പിന്നെ ഈ ജങ്ക് ഫുഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പകരം ഒരു പാല് വേണമെങ്കിൽ കുടിക്കാം, വേണമെങ്കിൽ ഒന്ന് നെല്ല് കഴുകുക ചൂടുവെള്ളത്തിൽ. ഇതൊക്കെയാണ് ഒരു ഹെൽത്തി സ്ലീപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യം. പിന്നെ ശരിയായ രീതിയിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഡിഫിക്കൽട്ട്, ഒരു ലേണിംഗ് ഉണ്ടാവാം, ആക്സിഡൻസ് കൂടുന്ന പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകാനും ആൻസൈറ്റിയും ഗ്യാസ്ട്രിക് അപ്സെറ്റും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇതാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ടൈമിൽ പോയി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ലീപ്പ് ഹൈജീൻ. ഓക്കെ, ഇനി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും അവിടുന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒന്നും കിടക്കണ്ട. നമ്മൾ ജസ്റ്റ് എണീക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് വായിക്കുന്നു, കുറച്ച് നടക്കുന്നു, വീണ്ടും പോയി കിടക്കുന്നു, അങ്ങനെ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എപ്പോഴും ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. ജങ്ക് ഫുഡ്സ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസയും ബർഗറും മാത്രമല്ല, നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ജങ്ക് ഫുഡ്സ് തന്നെയാണ്. ഓക്കെ, ഈവൻ ഫ്രൈഡ് ആയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ബ്രെയിനിന് കുറെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫിഷ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പൊട്ടാറ്റോസ്, വൈറ്റമിൻ B12 ഉള്ള ഫുഡ്സ്, പിന്നെ വൈറ്റമിൻ E ഉള്ള ഫുഡ്, അതൊക്കെ തന്നെ പ്രൊട്ടക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ഫുഡ്, പിന്നെ ട്രാൻസ് ഫാറ്റി ഫുഡ്, അതൊക്കെ തന്നെ പ്രശ്നമാണ്. അലൂമിനിയം പണ്ട് ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടായിരുന്നു. ചില സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഷൈമേഴ്സ് അലൂമിനിയം യൂസ് ചെയ്യണവരിൽ കൂടുതലാണെന്ന്. ഇപ്പൊ അത് അങ്ങനെയൊന്നും അല്ലാന്ന് പല പഠനങ്ങൾ പറയുന്നു. ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മിനിമം 11 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിക്കണം എന്നുള്ളതാണ് പറയുക. വെയിറ്റ് ലോസിന് അത്യാവശ്യമാണ്, ഡൈജഷൻ പ്രോപ്പർ ആകും, ബ്രെയിനിന്റെ ഹെൽത്തിന് അത്യാവശ്യമാണ്, സ്കിന്നിന്, ഹെഡേക്ക്, ഓക്കെ, അതിനൊക്കെ തന്നെ അത്യാവശ്യം. ഇനി സ്ട്രെസ് മാനേജ്മെന്റിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾക്കൊരു നല്ല സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാകാം.
അത് അറിയാലോ, നമുക്ക് ഫാമിലി ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, എന്നാലും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരാളുകൾ ചുറ്റുവട്ടത്ത് ഉണ്ടാവണം. അത് നമുക്കറിയാലോ, ഇപ്പം ഈ പഴയ സൗഹൃദങ്ങളൊക്കെ നമുക്കിപ്പം ഭയങ്കര എളുപ്പമാണ്. കാരണം ഫോണുണ്ട്, ഫേസ്ബുക്ക്, അങ്ങനത്തെ സോഷ്യൽ മീഡിയ, അതിൽ കൂടിയൊക്കെ നമുക്ക് നമ്മളുടെ ഒരു സൗഹൃദം നിലനിർത്താൻ പറ്റും. അങ്ങനെ ഒരു 3-4 പേരെങ്കിലും നമുക്ക് വേണം. അപ്പോ അത് മേക്കിംഗ് കണക്ഷൻസ്, അവരുമായിട്ട്, ആ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് പുറത്തു പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കാരണം ഇതൊക്കെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഇതൊക്കെ തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. എപ്പോഴും നമ്മള് നമുക്കറിയാം, ചിലർ ഭയങ്കരമായിട്ട് ഹ്യൂമർ ടച്ചുള്ള ആൾക്കാരുണ്ട്. അവര് ഒരുപാട് തമാശകൾ പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് തമാശ ഇതാക്കുക, അല്ലെങ്കിൽ സെൽഫായിട്ട് സ്വന്തം അബദ്ധങ്ങളെ വലിയ തമാശയോടെ അവതരിപ്പിക്കുന്ന ഹ്യൂമർ ഇസ് ആക്ച്വലി ഒരു എന്താ പറയുക, സ്ട്രെസ് മാനേജ്മെന്റിന് ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. അതൊരു മെച്ചൂർ ഡിഫൻസ് ആണെന്ന് പറയാം. അപ്പോ ഹ്യൂമർ നമ്മൾ കൂടുതൽ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളായിരിക്കാം, അത് ആ സമയത്ത് നമുക്ക് സ്ട്രെസ് ആയിരിക്കാം, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്യുക. പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതാക്കുക. പിന്നെ എപ്പോഴും അസേർട്ടീവ് ആകുക. അസേർട്ടീവ്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് വളരെ ബോൾഡായിട്ട് പറയാൻ പറ്റുക എന്നുള്ളതാണ്, മറ്റൊരാളുടെ ഫീലിങ്സിനെ എഫക്ട് ചെയ്യാണ്ട്. ഇപ്പൊ നോ പറയുമ്പോൾ മറ്റേ ആൾക്ക് ഫീലിംഗ് ഇതാക്കുന്നു വിചാരിച്ചിട്ട് നോ പറയാണ്ടിരിക്കാൻ പാടില്ല. നോ പറയേണ്ടടുത്ത് നോ പറയണം. ഓക്കെ. എപ്പോഴും നമുക്ക് എൻജോയ് യുവർ വർക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശ്രീനിവാസനൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ വർക്ക് ചെയ്തതാണെന്ന് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എഴുത്ത് തന്നെ. അങ്ങനെ നമ്മളുടെ വർക്കിനെ നമുക്ക് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണമായിട്ട് തോന്നില്ല. പിന്നെ എപ്പോഴൊക്കെ നമുക്ക് ഹെൽപ്പ് വേണം, അപ്പൊ നമ്മൾ സീക്ക് ഫോർ ഹെൽപ്പ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഇല്ലാത്തൊരു മീൻസ് പേഴ്സണലി അത് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഈ ടൈം മാനേജ്മെന്റിൽ എന്താണ് നമുക്ക് ചെയ്യുക? നമുക്കറിയാം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ ഒരേ സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എസ്പെഷ്യലി PHCയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ഔട്ട്സൈഡ് കുറെ വർക്ക്, പിന്നെ കുറെ ടാർഗറ്റ്, പിന്നെ കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ നമ്മൾക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ മറക്കിടൊക്കെ ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതൊരു ഡയറിയിലോ എന്തിലോ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടൈം എവിടേക്കാണോ വേസ്റ്റ് ചെയ്യുക അത് നിർത്തുക. ഇപ്പൊ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചായ കുടിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ അരമണിക്കൂറാണ് എടുക്കണമെങ്കിൽ അത് കട്ട് ഷോട്ട് ചെയ്യുക. ആരെയും കണ്ട സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിവിടെ ഇട്ടിട്ട് പോണ പ്രകൃതി ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുക. എന്നിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് 4 തരത്തില് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ടൈം മാനേജ്മെന്റിൽ ചെയ്യാം. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പക്ഷെ അർജന്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, നമ്മള് ഇതിലേക്ക് വന്നു, നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഒരു പ്രോജക്റ്റിന്റെ ടാർഗറ്റ് ഇന്ന് കൊടുക്കണം, അത് ഡിഎംഒയിലേക്ക് ഇന്ന് അയക്കണം എന്ന് പറഞ്ഞിട്ട് ഡിഎംഒന്ന് ലെറ്റർ വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓപ്പിലേക്ക് കയറിയിരിക്കോ അല്ലെ ഇത് ചെയ്യോ? എന്താ ചെയ്യാ? ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ്. അപ്പൊ അത് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കും. ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നോട്ട് അർജന്റ് ആണ്. അതായത് OPയിൽ പേഷ്യൻസ് ഉണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, ഈ ജോലി ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കയറിയാൽ മതി, നമ്മൾ എന്തായാലും പേഷ്യന്റ് തീർത്തിട്ടേ പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ 2-ാം സ്ഥാനം കൊടുക്കും. നോട്ട് ഇമ്പോർട്ടന്റ് പക്ഷെ അർജന്റ്, അതായത് ഇത് 10-ാം തീയതി 7-ാം തീയതി നമ്മളുടെ ഇവിടുന്ന് എത്ര OP പോയിട്ടുണ്ട്, എത്ര പേഷ്യൻസിനെ കണ്ടു എന്നുള്ളതിന്റെ റിപ്പോർട്ട് കൊടുക്കണം. അത് അർജന്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിപ്പോ മറ്റന്നാളേക്ക് വൈകിയാലും പ്രശ്നമില്ല. അതിന് നമ്മൾ 3-ാം സ്ഥാനം കൊടുക്കും. നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ് ആണെങ്കിൽ അത് നമ്മുടെ മിക്കവാറും അത് പ്രശ്നക്കാരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ 4th പ്ലേസിൽ കൊടുക്കും. അങ്ങനെ ഏതാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് ആദ്യം ചെയ്യാം. പിന്നെ നമുക്ക് ABC മെത്തേഡാണ്. അതായത് ഒരു ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഒരാഴ്ച എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരു മാസം എടുത്ത് അടുത്ത മാസം സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാം. അങ്ങനത്തെ ഒരു രീതിയും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സെറ്റ് ബൗണ്ടറി. എല്ലാവർക്കും ബൗണ്ടറി ഉണ്ടാവണം. അതായത് നമ്മൾക്ക് ബൗണ്ടറി ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പോലും നമ്മളെ ബൗണ്ടറി
എപ്പോഴും എല്ലാവരുമായിട്ടും സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൊളീഗ്സ് ആയിട്ടാണെങ്കിലും സുപ്പീരിയർ ആയിട്ടാണെങ്കിലും നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അസേർട്ടീവ്നെസ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അസേർട്ടീവ് അല്ല, നമ്മൾ ആര് പറഞ്ഞാലും അത് ചെയ്യണ ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒഴിഞ്ഞ് നേരിണ്ടാവില്ല. അപ്പൊ ഈ അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദ or showing up for your personal right and expressing your thought, feeling, belief directly, honestly, spontaneously in a way that don't infringe the rights of others. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാതെ നമ്മൾക്ക് വേണ്ടി സംസാരിച്ച് നമ്മളുടെ ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് അസേർട്ടീവ്നെസ്. ഇപ്പൊ ഒരാള് എന്ത് ചോദിച്ചാലും നോ പറയും എന്നുള്ളത് അത് ആളുടെ കഴിവാണ്, അത് ആൾ അസേർട്ടീവ് ആയതുകൊണ്ടാണ്, അല്ലാണ്ട് അതൊരു നെഗറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു ബേസിക് ലൈഫ് സ്കിൽ എന്ന് തന്നെ പറയാം. കാരണം ഈ ഡ്രഗ് റിഫ്യൂസൽ സ്കില്ലിലൊക്കെ ഈ അസേർട്ടീവ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഡ്രഗ് അഡിക്ഷനിലേക്ക് കുട്ടികളൊക്കെ പോകുന്നത് അസേർട്ടീവ് അല്ലാത്ത സമയത്ത്. അപ്പോൾ അസേർട്ടീവ്നെസ് നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക തന്നെ വേണം. നെക്സ്റ്റ് ഇസ് ദ വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാല് നമുക്കൊരു സപ്പോർട്ട് നെറ്റ്വർക്ക് വേണം. നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ എന്തായാലും വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ കേൾക്കാനുള്ള ഒരു റിഫ്ലക്റ്റീവ് ലിസണിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ജെസ്റ്ററിങ് ഉണ്ട്. അത് എന്താ പറയുക, നമ്മളുടെ ഒരു നോൺ വെർബൽ ജെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം. ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്, വിഷമം പറയുമ്പോൾ നമ്മൾ തല കുനിക്കുക, അല്ലെങ്കിൽ ഹലോ സമയം കൊടുക്കും. ഹലോ കേൾക്കാം മാഡം, പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ആരോ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തായിരുന്നേ. അബ്ദുൾ റസാഖ് സാറേ, ഞാൻ ലോഗൗട്ട് ആയി പോയായിരുന്നു, എന്നെ ഒന്നുകൂടെ ഹോസ്റ്റ് ആക്കാവോ? മാഡം കണ്ടിന്യൂ ചെയ്തോ, ഷാഗര മാഡം കണ്ടിന്യൂ ചെയ്തോ. നെക്സ്റ്റ് ഇസ് ദ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം, എന്നിട്ട് ആ പ്രോബ്ലത്തിന് ഡിഫൈൻ ചെയ്യാം. പ്രോബ്ലം ഡിഫൈൻ ചെയ്തതിന് ശേഷം പ്രോബ്ലത്തെ മാനേജ് ചെയ്യാനുള്ള ഐഡിയാസ് ആലോചിക്കുക, അതിൽ ഓരോന്നിനെ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കുമല്ലോ നമ്മൾ ഒബ്വിയസ്ലി വർക്ക് ചെയ്യാം. അപ്പൊ അതിന്നൊരു ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലീവ് എടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. Then this is the final slide. ABC of stress management. ഇത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാണ്. ABC ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫബറ്റിലെ ലെറ്റർ വെച്ചിട്ട് സ്ട്രെസ് മാനേജ്മെന്റിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾവേസ് ടേക്ക് എ ടൈം ഫോർ യുവർ സെൽഫ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീ ടൈം. ബി എന്ന് പറഞ്ഞാൽ ബി അവെയർ ഓഫ് യുവർ ഓൺ സ്ട്രെസ് മീറ്റർ. ഏതൊക്കെ ലെവലിലാണ് ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആവുക, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് ദ കോൺസെൻട്രേറ്റ് യുവർ ഓൺ സിറ്റുവേഷൻ വിത്തൗട്ട് കൺട്രോൾ. ബാക്കിയുള്ളവരെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നമ്മൾ ആലോചിക്കേണ്ടത് ബാക്കിയുള്ളവരുടെ ബിഹേവിയർ അല്ല നമ്മളെ സ്ട്രെസ്സിലേക്ക് എത്തുക, നമ്മളുടെ തന്നെയാണ്. അപ്പൊ നമ്മളിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്, മറ്റുള്ളവരിലല്ല. ഡെയിലി എക്സസൈസ്, ദാറ്റ് ഈസ് ഡി. ഈറ്റ് ഹെൽത്തി. എഫ് ഫോർഗീവ് അതേഴ്സ്, അതായത് ലെറ്റ് ഗോ. ചില കാര്യങ്ങൾ നമ്മൾ കടത്തി വിടുക, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു വിടുക, അല്ലെങ്കിൽ എന്താ പറയാ കളഞ്ഞു വിടുക എന്ന് പറയില്ലേ, അതാണ് എഫ്. നെക്സ്റ്റ് ഇസ് ദ ഗെയിൻ പെർസ്പെക്റ്റീവ് ഓൺ തിങ്സ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് ടു മീ. ചില കാര്യങ്ങൾ നമുക്കത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്ട്രെസ് ഉണ്ടാകാണ്ടിരിക്കുക. അത് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം അതിലേക്ക് കയറുക. പിന്നെ ഹഗ്സ് ആൻഡ് ലാഫ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, ഹഗ് ചെയ്യുക, അതൊക്കെയാണ്. നെക്സ്റ്റ് ഇസ് ദ ഐഡന്റിഫൈ സ്ട്രെസ്, പ്ലാൻ ടു ഡീൽ വിത്ത് ബെറ്റർ നെക്സ്റ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആങ്കർ ഡയറിയിൽ എഴുതിയിട്ട് ഒരു സിറ്റുവേഷനിൽ എനിക്കത് എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാക്കിയത്, എന്നിട്ട് അത് നെക്സ്റ്റ് ടൈം എനിക്ക് എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ജഡ്ജ് ചെയ്യും.
യുവർ ഓൺ പെർഫോമൻസ്, ബാക്കിയുള്ളവരെല്ലാം നോക്കട്ടെ, നമ്മളുടെ തന്നെ പെർഫോമൻസ് നമ്മൾ ജഡ്ജ് ചെയ്യുക. പോസിറ്റീവ് ഔട്ട്ലുക്ക്, കീപ്പ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നോക്കുക. ലിമിറ്റ് മീൻസ് അവോയ്ഡ് എന്ന് തന്നെ പറയാം, ആൽക്കഹോൾ, ഡ്രഗ്സ് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. മാനേജ് മണി മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് പിന്നെ നോ എന്നുള്ള യൂസ് ഒരു അൺഅപ്പോളജറ്റിക്കലി യൂസ് ചെയ്യാൻ പഠിക്കുക. അതായത് ഒരു കുറ്റബോധം ഇല്ലാണ്ട് ഒരാളോട് നോ പറയാൻ പറ്റുക, അതാണ് അസർട്ടീവ്നെസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. പെർസീവ് സിറ്റുവേഷൻ റിയലിസ്റ്റിക്കലി, യു കമ്പയറിങ്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ യുണീക്കാണ്, നമ്മൾ വേറൊരു രീതിയാണ്, വേറൊരാൾക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇത്രയും ആണ് എന്നൊന്നും കരുതണ്ട. ഓക്കെ. റിലേഷൻഷിപ്സ് അത് നർച്ചർ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഒരിക്കലും അൺസ്റ്റേബിൾ ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ട്രീറ്റ് യുവർ സെൽഫ് വൺസ് ഇൻ എ വൈ. നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക, നമുക്ക് നമ്മളെ തന്നെ ഷോപ്പിംഗ് ആയിട്ടോ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക. ഷോപ്പിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ചിലപ്പോൾ ചില സമയത്ത് ചില സ്ട്രെസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദ അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ. ഒരു ഇഷ്യൂ വരുമ്പോൾ മറ്റൊരാളെയും കൂടി നമ്മൾ കേൾക്കുക. ഓക്കെ. വെരിഫൈ ഇൻഫർമേഷൻ ഫ്രം ദ സോഴ്സ് ബിഫോർ സ്പ്രെഡിങ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ന്യൂസ് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, അതൊന്നും ഒരിക്കലും നമ്മൾ പോയിട്ട് സ്പ്രെഡ് ചെയ്യാൻ നിൽക്കരുത്. വറി ലെസ്, സങ്കടം കുറയ്ക്കുക. സീൽ ഫോർ ലൈഫ്, ബി താങ്ക്ഫുൾ യു. നമ്മളോട് തന്നെ അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളോടും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഓൾവേസ് ബി താങ്ക്ഫുൾ. കീപ് കാം ആൻഡ് ഹക്കുന മട്ടാട്ട, നോ വറീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, സോറി ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു Slide ഡോക്ടർ share. ഷാഗിന. താങ്ക് യു ഫോർ സ്പെയറിംഗ് ദ ടൈം ആൻഡ് പ്രസന്റിംഗ് ദ സെയിം. നമുക്ക് മുരളി സാറ്, ഡോക്ടർ ദയ, ഡോക്ടർ അബ്ദുൾ റസാഖ് കൊട്ടലശാൽ എല്ലാവരും ഉണ്ട്. അവരുടെ കമന്റ്സ് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്താം. അധികം സമയം എടുക്കാതെ നമുക്കൊന്ന്, ഇച്ചിരി ലേറ്റ് ആയി പോയതുകൊണ്ട്. മുരളി സാർ, മുരളീധരൻ സാറ്, ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ സാർ. കേൾക്കാം. ഓക്കെ. അപ്പോ താങ്ക് യു ഡോക്ടർ ഷാഗിന ഫോർ ദിസ് എക്സലന്റ് സെഷൻ. വളരെ നന്നായി. ഫുൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ ഷാഗിന എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അപ്പൊ അതില് തീർച്ചയായിട്ടും നമ്മള് ഡോക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഒരു സ്റ്റഡിയിലൊക്കെ പറയുന്നത് ഡോക്ടേഴ്സ് ഒരു 28% ത്രഷോൾഡ് സ്ട്രെസ് ലെവലില് എപ്പോഴും ഡോക്ടേഴ്സ് ഒരു ജനറൽ പോപ്പുലേഷനേക്കാളും കൂടുതലാണ് എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആണോ എന്നുള്ള വാർണിംഗ് സൈൻസ് തിരിച്ചറിയാനുള്ളതും, പിന്നെ എങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രെസ് അതുമായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യാന്നുള്ളതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഷാഗിന വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു. അതിൽ ടൈം മാനേജ്മെന്റിന്റെ കാര്യം, അതേപോലെ തന്നെ അസർട്ടീവ്നെസിന്റെ കാര്യം, അതേപോലെ തന്നെ പിന്നെ അതേപോലെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതിന്റെ കാര്യം, അതേപോലെ നമ്മൾ എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ കാര്യം, റെഗുലർ എക്സർസൈസ്, സ്ലീപ്പിന്റെ കാര്യം, പോസിറ്റീവായിട്ട് നമ്മൾ ഇതിൽ എടുക്കേണ്ട മൈൻഡ്ഫുൾനെസ്, ഇടയ്ക്ക് റിക്രിയേഷൻ, ഒരു ബ്രേക്ക് എടുക്കേണ്ടതിന്റെ കാര്യം, അങ്ങനെ നിരവധി എല്ലാ കാര്യങ്ങളും അതിൽ വളരെ നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഏതായാലും തീർച്ചയായിട്ടും ഇത്രയൊരു സെഷൻ, ഇതെനിക്ക് തോന്നുന്നു 60ാമത്തെ സെഷനാണോ തോന്നുന്നു. നമ്മൾ അക്കാദമിക് സെഷന്റെ കോർഡിനേറ്റർമാർക്ക്, പ്രത്യേകിച്ച് അഭിലാഷ്, അതിന്റെ ബിപിൻ വർക്കി, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മളൊരു വളരെ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഇനി പ്രത്യേകിച്ച് പോയിന്റ്സ് എന്താണ് ആഡ് ചെയ്യാന്ന്, കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ആ വാർണിംഗ് സൈൻസ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് വി ഡസ് നോട്ട് മേക്ക് വൺ ഇമ്മ്യൂൺ ടു ഡെവലപ്പിംഗ് ആൻ ഇൽനെസ് എന്നാണ്. നമുക്കും ജസ്റ്റ് ആസ് എ ഡോക്ടർ ക്യാൻ ഡെവലപ്പ് ഡയബറ്റീസ് ഓർ ഹൈപ്പർ ടെൻഷൻ ഓർ എനി അതർ ഇൽനെസ്, നമുക്കും തന്നെ ക്യാൻ ഡെവലപ്പ് എ മെന്റൽ ഇൽനെസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മെന്റൽ പ്രോബ്ലം ആർക്ക് വേണമെങ്കിലും വരാം. നമ്മളൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും ഇമ്മ്യൂൺ ആവില്ല. അപ്പൊ അത് തിരിച്ചറിഞ്ഞ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം.
അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇനി ഡോക്ടർ ഷീന, അതുപോലെ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഡോക്ടർ ഹാനി, അതുപോലെ വന്നിട്ടുള്ള സൈക്കാട്രിസ്റ്റുകൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരും സംസാരിക്കട്ടെ. താങ്ക് യു ഡോക്ടർ അഭിലാഷ്. താങ്ക് യു സാർ. അബ്ദുൾ റസാഖ് സാർ. ഗുഡ് ഈവനിങ്. പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. മുരളി ഡോക്ടർ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ. സമയം വൈകിയുണ്ട്. ഡോക്ടർ ദയ. ഗുഡ് ഈവനിങ് എവരി വൺ. ഷാഗിന ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. കൂടുതലൊന്നും ആഡ് ചെയ്യാൻ വാസ്തവത്തിൽ എനിക്കും ഇല്ല. ആകെ പറയാനുള്ള ഒരു കാര്യം വർക്ക് ലൈഫ് ബാലൻസിന്റെ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഈ ഗോഡ്സ് ആണെന്നുള്ള കൺസെപ്റ്റൊക്കെ നമുക്കറിയുന്ന പോലെ വളരെ യു ആർ ജസ്റ്റ് അനദർ ഹ്യൂമൻ ബീങ്, വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. നമ്മളും നമ്മൾക്ക് വേണ്ടി സമയം വെക്കണം. അത് ഒരു കുറ്റബോധം ഇല്ലാതെ വെക്കണം. അത് സ്ട്രെസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഫോർ ലേഡി ഡോക്ടേഴ്സ്. നമ്മൾക്ക് ജോലി ഒരിക്കലും തീരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഓഫീസ് ജോലി, ഹോസ്പിറ്റൽ ജോലി കഴിഞ്ഞാൽ വീട്ടിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിനിടയ്ക്കും നിങ്ങൾ കുറ്റബോധം ഇല്ലാതെ നമുക്ക് വേണ്ടി കുറച്ച് സമയം വെക്കണം. നമ്മളും സ്ട്രെസ് പ്രോൺ ആണ്. സ്ട്രെസ്സ് നമുക്കും നമ്മളുടെയും മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കാം. സോ അവനവന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക എന്നൊരു കാര്യം മാത്രമേ എനിക്കും ആഡ് ചെയ്യാനുള്ളൂ. ഇറ്റ് വാസ് എൻ എക്സലന്റ് പ്രസന്റേഷൻ. എല്ലാ പ്രാക്ടിക്കൽ പോയിന്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷാഗിന പറഞ്ഞു. താങ്ക് യു ഡോക്ടർ ദയ. ഡോക്ടർ ഷീന ജി സോമൻ മാഡം ഉണ്ടോ? അതുപോലെ ഡോക്ടർ ഹാനി ഹസൻ ഡോക്ടറും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അവരുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് 1-2 ചോദ്യങ്ങൾ നമുക്ക് പെർമിറ്റ് ചെയ്യാം. സമയം ഇത്ര അധികം ആയതുകൊണ്ട് പാർട്ടിസിപ്പൻസ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. മേഡം, ഞാൻ ഡോക്ടർ രാജേഷ്, ഏറ്റുമാനൂർ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. മേഡം, പലപ്പോഴും പേഷ്യൻസ് കരുതുന്ന ഒരു ടെൻഡൻസി, ഒരു രീതി, രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എത്ര സമയം വരെ, OP ടൈം വരെ ഡോക്ടർ എണീക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ എണീക്കാൻ പോകുമ്പോൾ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, എൻ്റെ ടോക്കൺ വന്ന് എണീറ്റൊന്ന്. അപ്പൊ നമുക്ക് അതെങ്ങനെ എഫക്റ്റീവായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റും എന്നുള്ളതൊന്ന് ചെറുതായിട്ട്. താങ്ക് യു. ഓൾറെഡി സർ ഇപ്പം ദയമാടം പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് അൺഅപ്പോളജറ്റിക്കലി നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ ബേസിക് കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അതൊരു രീതിയായിട്ട് മാറണം. അതല്ലാണ്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് 9 to 1 o'clock വരെ അവിടെ ഇരിക്കണം എന്നുള്ളതല്ല. നമ്മൾക്ക് അതിനിടയ്ക്ക് ഞങ്ങളൊക്കെ ചായ കുടിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പം അത് അൺഅപ്പോളജറ്റിക്കലി സാറിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനെ കുറിച്ചിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. അതൊരു രീതിയായിട്ട് മാറിക്കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഫിക്സഡ് ടൈമല്ല, നമുക്ക് എപ്പോഴാണോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തിരക്ക് കുറെ ഉണ്ടാവില്ല, അവിടെ ടോക്കൺ ക്യൂ തന്നെ പേഷ്യൻസ് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ വെൽബീയിങ്ങിനെ കുറിച്ചിട്ട്, നമ്മളും ജസ്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അവരെ പോലെ തന്നെ എന്നുള്ളത് മനസ്സിൽ നമ്മൾ വേണം. നമ്മൾക്കൊരു വിഷമം തോന്നരുത് നമ്മൾ ചായ കുടിക്കാൻ പോകും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. താങ്ക് യു മാഡം. താങ്ക് യു. ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. ഞാൻ ഡോക്ടർ സിരേഖ്, ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ സൈക്യാട്രി ജൂനിയർ കൺസൾട്ടന്റ് ആണ്. മാഡം വളരെ നല്ല ടോക്കായിരുന്നു. നമ്മുടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ സ്ട്രെസ്സിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഓവർ വർക്ക് ആവുന്നത് തന്നെയാണ്. നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു അധികം പേഷ്യൻസ് വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ നമുക്കറിയാം, ഒരു ഡോക്ടർ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് 2-3 പേരുടെ ജോലിയാണ് ഒരു ഡോക്ടർ തന്നെ ഇരുന്ന് അവിടെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഏറ്റവും വലിയൊരു കാരണവും. അത് ഒരുപക്ഷെ നമ്മൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു സ്ട്രെസ് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. അതൊരു എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിജിമ പോലെയുള്ള സംഘടനകൾ പ്രസക്തി എവിടെയാണ് കടന്നു വരുന്നത്. നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരുടെ പോസ്റ്റ് വർദ്ധിപ്പിക്കുക, നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് താങ്ങാവുന്ന രീതിയിലാക്കുക,
മുതലായ കാര്യങ്ങൾ ഇതിന്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഒരു പോയിന്റ് മാത്രം ആഡ് ചെയ്യാറുണ്ട്. അതർവൈസ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. നമുക്ക് ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ടോ? മുരളി സാർ, ആ ഇല്ലെങ്കിൽ നമുക്ക് അല്ല, ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മള് എപ്പോഴും നമ്മളെ സംഘടനയും അതുപോലെ തന്നെ ഇപ്പൊ ഒരു ജീവൻ രക്ഷാ സമരത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള വർക്ക് സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ പോസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും കാഷ്വാലിറ്റിയില് ആ തിരക്കുള്ള സമയത്ത് 2 ഡോക്ടർമാരെ ആക്കാനൊക്കെ ഉള്ള ഒരു സമരത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മളതിന്റെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മിക്കവാറും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മള്. അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന് വളരെ പോസിറ്റീവായ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് സമരവും നമ്മൾ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഒരു സ്ട്രെസ്ഫുൾ വർക്ക് കൂടുതലുള്ളതിനൊക്കെ നമുക്ക് മാറ്റം കിട്ടും. തീർച്ചയായിട്ടും ഒരു 4 A's ആണ് എപ്പോഴും നമ്മൾ പറയേണ്ടത്. ഒരു ഇതില്ല, അതിലൊന്ന് അവോയ്ഡ്, അല്ലെങ്കിൽ അൾട്ടർ, അല്ലെങ്കിൽ അഡാപ്റ്റ്, ആക്സെപ്റ്റ്. ഒന്ന്, നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സാധനം ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളില്. അതേപോലെ തന്നെ ഒന്ന് ആൾട്ടർ ദ സിറ്റുവേഷൻ എന്നറിയും. ഇപ്പൊ നമ്മൾ ഈ സമരത്തിന്റെ പാതയിൽ ഇപ്പൊ ആ സിറ്റുവേഷൻ ഒന്ന് ആൾട്ടർ ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ വർക്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ പേഷ്യൻസിന് വരുന്ന അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ നമ്മൾ ഈ സിറ്റുവേഷൻ ഒന്ന് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഏതായാലും തീർച്ചയായിട്ടും നല്ലൊരു സെഷൻ. ഓക്കെ, വളരെ നല്ല കാര്യം. ഓക്കെ അഭിലാഷ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ഷാഗിന നമുക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി പ്രസന്റ് ചെയ്തു. ടോക്കെല്ലാം വളരെ നന്നായിരുന്നു, എക്സോസ്റ്റീവ് ആയിരുന്നു, എല്ലാ ഏരിയയും കവർ ചെയ്തു. പ്രാക്ടിക്കൽ സെഷൻസും പോയിന്റും നമ്മുടെ ടെക്നിക്സ് എല്ലാം നമ്മൾ പാർട്ടിസിപ്പൻസിനെ കൂടെ അവരുടെ പങ്കാളിത്തത്തോടെ തന്നെ ചെയ്തു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഷാഗിന. മുരളി സാർ, അബ്ദുൾ റസാഖ് സാർ, ഡോക്ടർ ദയ, ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അക്കാഡമിക് സെല്ലിന്റെ പേരിലും KGMയുടെ പേരിലും താങ്ക് യു വെരി മച്ച്. നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് താങ്ക് യു നൈറ്റ്. സർ. താങ്ക് യു ഡോക്ടർ ഷാഗിന. Thank you. ഗുഡ് നൈറ്റ്. Thank you, sir.